മഹാനായ ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന പണ്ഡിതനുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറയുന്ന, മോനെ, നീ 33 വർഷക്കാലം കൊണ്ട് എന്റെ അടുക്കൽ നിന്ന് പഠിച്ചെടുത്ത ഈ 8 അറിവുകൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മഹാനവറുകൾ അവിടെ നിന്ന് എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാണ് ഇവിടെ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് ഇത് പറഞ്ഞു തരുന്നതെന്നറിയുമോ? ഈ പറയുന്ന അറിവുകൾ ഞാനോ നിങ്ങളോ ജീവിതത്തിലൊന്ന് പകർത്താൻ കഴിഞ്ഞാൽ 33 വർഷക്കാലം കൊണ്ട് ഒരു ഗുരുനാഥന്റെ പുറകെ നടന്നിട്ട് പ്രിയപ്പെട്ട അരിമ ശിഷ്യന് പഠിച്ചെടുത്ത അറിവാണ്. മഹാനവറുകൾ അവസാനം പറയുകയാ, ഈ പറയുന്ന അറിവുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒന്ന് മുറുകെ പിടിക്കാൻ തയ്യാറായാൽ, ഇതൊന്നും മനസ്സിലാക്കാൻ തയ്യാറായാ, പടച്ചവനെ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അല്ലാഹുവേ പടച്ചവനെ റബ്ബവന് ഈമാനുള്ള ഒരു മരണം കൊടുക്കുകയാണ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ മരണപ്പെടുന്നത് പോലെ ഈമാനുള്ള ഒരു മരണം പടച്ച റബ്ബ് കൊടുക്കുകയാണ്. അവന്റെ ദുനിയാവ് രക്ഷപ്പെടുകയാണ്, അവന്റെ ആഖിറം രക്ഷപ്പെടുകയാണ്. അല്ല, ഈ പറയുന്ന സ്വഭാവങ്ങൾ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറായില്ലെങ്കിൽ അല്ലാഹുവേ ഖസറത് ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണം, ഈ ദുനിയാവിലും രക്ഷപ്പെടണം, ആഖിറത്തിലും രക്ഷപ്പെടണം. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിനക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം നിന്റെ ജീവിതത്തിലൊന്ന് മുറുകെ പിടിക്കാൻ, ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ കഴിയുമോ? മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുമ്പോ ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഗുരുനാഥന് ചോദിക്കുകയാ, ഈ 33 വർഷക്കാലം കൊണ്ട് നീ പഠിച്ച അറിവുകൾ എനിക്കൊന്ന് പറഞ്ഞതാ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, 8 എണ്ണവും പറയാൻ കഴിയാത്തത് കൊണ്ട് പറയാൻ പറ്റുന്നത് പറഞ്ഞു നമുക്ക് ദുആ ചെയ്തു പിരിയാം. മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അവിടെ നിന്ന് ഉസ്താദിനോട് പറയുകയാണ്, ഞാൻ പഠിച്ചെടുത്ത ഒന്നാമത്തെ അറിവെന്തെന്നറിയുമോ? നദർതു ഇലാ ഹാദിഹിൽ ഖൽഖി കുല്ലു വാഹിദിൻ യുഹിബ്ബു മഹ്ബൂബാ. ഞാൻ ജനങ്ങളിലേക്ക് നോക്കുകയാണ്. ഞാൻ ദുനിയാവിലൂടെ നടന്നു പോകുന്ന ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാവരും പടച്ചവനെ ആരെയൊക്കെയോ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും പടച്ചവനെ മറ്റുള്ളവരെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. എല്ലാവർക്കും ഒരു കൂട്ടുകാരുണ്ട്. പടച്ചവനെ ഈ നിരന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാര് പറയാറുണ്ട്, ഉസ്താദേ ഇവനെന്റെ ചങ്കാണ്, ഇവനെന്റെ കരളാണ്, ഈ പെണ്ണെന്റെ കൂടപ്പിറപ്പിനെക്കാൾ എന്നെ സ്നേഹിക്കുന്നവളാണ്, എന്റെ ഉപ്പയെക്കാൾ എനിക്ക് ഇവളെയാണ് ഇഷ്ടം, ഇവനെയാണ് ഇഷ്ടമെന്ന് ഞാനും നിങ്ങളും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഫ്രണ്ട്സുകളില്ലാത്ത ആരുമില്ല. വാപ്പയെ ഫ്രണ്ടായി കാണുന്നവരുണ്ട്, ഉമ്മയെ ഫ്രണ്ടായി കാണുന്നവരുണ്ട്, ഭർത്താവിനെ സുഹൃത്തായി കാണുന്ന പെണ്ണുണ്ട്, ഏറ്റവും വലിയ കൂട്ടുകാരി ഭാര്യയാണെന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ഉമ്മയുടെ വയറ്റിൽ കിടന്ന കൂടപ്പിറപ്പുകൾ പടച്ചവനെ ജ്യേഷ്ഠനും മനുജനും ഏറ്റവും വലിയ ഫ്രണ്ടുകളെ പോലെ കഴിയുന്നവരുണ്ട്. കുടുംബത്തിൽ ഫ്രണ്ട്സുകൾ ഉള്ളവരുണ്ട്, മറ്റു മതങ്ങളിൽ ഫ്രണ്ട്സുകൾ ഉള്ളവരുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി പലരെയും സ്നേഹിക്കാറുണ്ട്. പക്ഷേ ഈ സ്നേഹിക്കുന്ന നീ എത്ര കണ്ട് സ്നേഹിച്ചാലും, നീ ആരെയൊക്കെ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും, ഈ സ്നേഹിച്ചവര് മുഴുവനും ഇദാ വസല അലാ കബിരിഹി, ഇവർ വരുന്നതിനൊരു പരിധി ഉണ്ടടാ ചെറുപ്പക്കാരാ. നിന്റെ എത്ര വലിയ സുഹൃത്താണെങ്കിലും അവൻ അവസാനം എവിടെ വരെ വരികൂ എന്ന് നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ. എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും എവിടെ വരെയാടാ വരുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഒരു ദിവസം നിന്നെ കൈയൊഴിയുമല്ലോ. എന്നാണ് കൈയൊഴിയുന്നത്? പടച്ചവനെ, മഹാനായ തലവ ഉസ്താദ് പറഞ്ഞു തരികയാ, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ,
അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പടച്ചവനെ, ഈ കാണുന്ന പള്ളിയുണ്ടല്ലോ, ഒരു ദിവസം ഇവിടെ വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാർ ഓടി വരികയാണ്, നിന്റെ നാട്ടുകാർ ഓടി വരികയാണ്, നിന്റെ കൂട്ടുകാർ ഓടി വരികയാണ്. എല്ലാവരും നിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. മരിച്ചു കിടക്കുന്ന നിന്നെ പൊക്കിയെടുത്ത് വീടിന്റെ സൈഡിൽ ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തി. അതാ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ സുഗന്ധങ്ങൾ തേച്ചു, അതാ നിന്നെ മനോഹരമായി കുളിപ്പിക്കുകയാണ്. പടച്ചവനെ, നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒളിവെടുപ്പിച്ചു നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് വരുന്നത് പോലെ വീടിന്റെ അകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലത്തി കിടത്തുകയാ. എന്നിട്ട് പടച്ചവനെ, നിന്റെ ബാപ്പയുണ്ട്, കൂടപ്പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞികിടത്ത് വെച്ചു. അവിടുന്ന് നിന്റെ ജനാസ പൊതിയുകയാണ്, അവിടുന്ന് നിന്റെ ജനാസ പൊതിയുകയാണ്. വീടിന്റെ അകത്ത് വല്ലാത്ത തിരക്കാട്, അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. നിന്റെ മയ്യത്തിങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുടുംബക്കാര് വിളിച്ചു പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാ. ആരാടാ പറഞ്ഞത്? എടാ, നിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഉണ്ടല്ലോ, നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവനുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ വാപ്പയാണ്, നിന്റെ ഭർത്താവാണ്, നിന്റെ കൂടപ്പിറപ്പാണ്, അവരാണ് വിളിച്ചു പറയുന്നത്. കാണേണ്ടവർ കണ്ടോ, പൊതിയാൻ പോവുകയാണ്. വല്ലാത്ത തിരക്കാണ്. അവസാനമായി നിന്റെ മുഖമൊന്ന് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ ഇങ്ങനെ തിരക്ക് കൂട്ടിയപ്പോ അവിടെ ഇരുന്നു കൊണ്ട് നിന്റെ കൂടപ്പിറപ്പ് പറഞ്ഞത് എന്തെന്നറിയുമോ? കണ്ടത് മതി പൊതിഞ്ഞുകൊള്ളാൻ, കണ്ടത് മതി പൊതിഞ്ഞുകൊള്ളാൻ. പടച്ചവനെ, വലിച്ചങ്ങ് മുറുക്കുകയാണ്. 3 കെട്ടുകൾ നിന്റെ തലയിലും നിന്റെ നടുവിലും നിന്റെ കാലിന്റെ ഭാഗത്ത്. അതാ 3 കഷ്ടമ തുണിയങ്ങ് വലിച്ചു കയറിയിട്ട് 3 കെട്ടുകൾ കെട്ടി. ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ, അത് നിന്റെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വിളിക്കാതെ വന്ന് കിടക്കുകയാ. പടച്ചവനെ, അതിന്റെ മുകളിലേക്ക് നിന്നെ എടുത്തങ്ങ് മലത്തി കിടത്തുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ പടച്ചവനെ, നിന്റെ മയ്യത്ത് കട്ടിലേക്ക് നിന്നെ എടുത്ത് മലർത്തി കിടത്തിയിട്ട് 6 പേരാ മയ്യത്ത് കട്ടിലങ്ങ് ഉയർത്തുകയാ. പടച്ചവനെ, തീർന്നടാ ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് തീരുകയാണ്. നിന്റെ പെമ്മക്കളുണ്ടല്ലോ, നിന്റെ സഹോദരിമാരുണ്ടല്ലോ, നിന്റെ കുടുംബത്തിലെ ബന്ധുക്കളായ പെൺകുട്ടികളുണ്ടല്ലോ, എല്ലാം കഴിഞ്ഞടാ അവിടെ വെച്ച് തന്നെ. പടച്ചവനെ, നിന്റെ ജനാസ ഇങ്ങനെ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ ഉയർത്തുമ്പോ പടച്ചവനെ, ഉമ്മ പോലും ചോദിക്കുകയാ, ശമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ, കാണലെന്നാ പൊന്നേ. ഒരു നിലവിളിയാണ് മോനെ, ഒരു നിലവിളിയാണ്. നിന്റെ വീടിന്റെ അകത്ത് വാപ്പാന്ന് വിളിക്കുന്നവരുണ്ട്, ഇക്കായെന്ന് വിളിക്കുന്നവരുണ്ട്. പലരും ശബ്ദം പുറത്തു വരാറ്, അവരുടെ ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ നിലവിളിച്ചുകൊണ്ട് തളർന്നു വീഴുന്നവരുണ്ട്. കടിഞ്ഞടാ ചെറുപ്പക്കാരാ, നിന്റെ മയ്യത്ത് വീട്ടിൽ നിന്നിറക്കി കഴിഞ്ഞാൽ ആ മയ്യത്ത് കാണാമെന്ന ജനങ്ങളുണ്ടല്ലോ, കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരു വിഭാഗം അവിടെ വെച്ച് സലാം പറയുകയാ. മരണ വീട്ടിൽ വന്നവര് മുഴുവനും പള്ളിയിൽ നിസ്കരിക്കാൻ വരാറില്ല. അവിടെ വെച്ച് സലാം പറഞ്ഞു. അവിടെ നിന്ന് നിന്റെ ജനാസ അയ്യായ പള്ളിയിൽ കൊണ്ടുവന്നു. പടച്ചവനെ, ഒളുവെടുത്തു പള്ളിക്കകത്ത് കയറി, പള്ളിയിലെ ഖതീബ് കയറി നിനക്ക് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അവിടെ നിന്ന് മയ്യത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ ഇറക്കുമ്പോ പള്ളിയിൽ നിസ്കരിക്കാനുള്ള ആൾക്കാർ മുഴുവനും പള്ളിപ്പറമ്പിൽ ഇറങ്ങാറില്ല. അവര് തിരക്കുള്ളവരാ.
അവര് പല ജോലിയുള്ളവരാ. അവര് പറയുന്നു മഅസലാമാ. രണ്ടാമത്തെ വിഭാഗവും വിട പറയുകയാണ്. പിന്നെ കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നിന്റെ ജനാസ ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് പോയി. അവിടെ മനോഹരമായ ഒരു 6 അടി മണ്ണിന്റെ വീടിങ്ങനെ പണിതിട്ടിരിക്കുകയാ. ലക്ഷങ്ങള് ലക്ഷങ്ങള് വേണ്ട, വലിയ വലിയ കഥ പടച്ചവനെ ആഡംബരങ്ങളൊന്നുമില്ലാതെ ഒരു 6 അടി മണ്ണിന്റെ കബർ, ഗ്രാനൈറ്റ് ഇല്ല, ടൈലില്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ലാതെ ഒരു കബർ ഇങ്ങനെ ഒരു വീടൊരുക്കിയിട്ടിരിക്കുന്നു. 2 പേര് കബറിന്റെ അകത്തിറങ്ങി നിന്നെ താങ്ങിയതാ നിന്റെ വീടിന്റെ അകത്ത് ഇറക്കി വെക്കുകയാണ്. കിബിലയുടെ ഭാഗത്തേക്ക് നിന്റെ തല തിരിച്ചു വെച്ചു. എന്നിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് നിറകണ്ണുകളോടെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് കബളിന്റെ താഴെ ഒരുപടി മണ്ണ് വാരി വെച്ചിട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന പലകകളങ്ങ് നിരത്തുകയാണ്. അല്ലാഹുവേ, നിരത്തി കഴിഞ്ഞാൽ പിന്നെ കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്ന ഒരു രംഗമാ. പടച്ചവനെ, കബറിന്റെ മുകളിൽ ഇന്നൊക്കെ പള്ളിപ്പറമ്പിൽ കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിടുന്നത് കണ്ട എന്തോ ഒരു മത്സരം പോലെയാണ്. എന്തോ ഒരു മത്സരം പോലെ. ഇടുന്നവനൊരു ചിന്തയില്ലല്ലോ, ഈ കിടക്കുന്നത് എന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണെന്ന്. അല്ലാഹുവേ, ഓർമ്മയില്ലാതെ കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിടുകയാണ്. അത് കഴിഞ്ഞ് കബറിന്റെ മുകളിലേക്ക് മണ്ണ് വെട്ടിയിടാൻ തുടങ്ങുമ്പോ അവിടെ നിൽക്കുന്നവരിൽ 3ാമത്തെ വിഭാഗം പിരിയുകയാ. പിന്നെ കയ്യിലെണ്ണുന്നവർ അവസാനം കബറിന്റെ പണി മുഴുവനും മണ്ണിട്ട് മൂടി ചെടികളെ നട്ടുകഴിഞ്ഞു. പള്ളിയിലെ മുഅദ്ദിൻ വന്നു കബറിന്റെ മുകളിൽ വെള്ളമൊടിച്ചു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഫാത്തിഹ ഓതി, അവിടെ യാസീനോദി. അവസാനം അല്ലാഹ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ വന്നവർ മുഴുവനും തിരിച്ചു നടക്കുകയാ. നിന്നെ പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് നിന്റെ ചങ്കെന്ന് പറഞ്ഞവനാ ഒന്നാമത് പോകുന്നത്. ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയുന്നവനാ പിരിഞ്ഞു പോകുന്നത്. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കുടിച്ചിട്ടിട്ട് എല്ലാവരും പോകുകയാണ്. അവിടെ നിന്ന് പറയുന്നു മഅസലാമാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിച്ചു പോവുകയാ. ഈ രംഗമാണ് ഞാൻ കാണുന്നത്. അല്ലാഹുവേ, മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുന്ന ഉസ്താദേ, ജനങ്ങൾ ഒരുപാട് പേര് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹിക്കുന്നവർ മുഴുവനും എവിടെ വരെ വരുന്നുള്ളൂ? പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് വരെ വരുന്നുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. എല്ലാവരും തിരിച്ചു പോവുകയാ. പടച്ചവനെ, അങ്ങനെയല്ലല്ലോ കൂട്ടുകാര് ചെയ്യേണ്ടത്. എല്ലാവരും, മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹം, ചിലരോട് വല്ലാത്ത പ്രേമം, വല്ലാത്ത സ്നേഹം. പക്ഷെ ഈ സ്നേഹിക്കുന്നവർ മുഴുവനും മഹാനവറുകൾ പറയുകയാണ്, എല്ലാവരും ഇതാ വസലയില ഖബരിഹി, പള്ളിപ്പറമ്പ് വരെ വരുന്നുള്ളൂ. ഇതിന്റെ എവിടെ കബർ? എവിടെ കബർ? അങ്ങോട്ട് നോക്കിയാൽ മതി. പല ചങ്കും അവിടെ കിടപ്പുണ്ട്, ചങ്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഇരിക്കുന്നതിൽ നിങ്ങളുടെ എത്രയോ പേരുടെ ആത്മാർത്ഥ സുഹൃത്ത് അവിടെ കിടക്കുന്നുണ്ട്. ഈ താത്താമാര് പറയും, എന്റെ ഭർത്താവില്ലാതെ ഒരു രാത്രി പോലും എന്റെ ഇക്ക ഇല്ലാതെ ഞാൻ ഉറങ്ങൂല. ഇപ്പൊ നീ എവിടെ ഉറങ്ങണം? ഇക്ക അവിടെ കിടക്കണം, നീ വീട്ടിൽ കിടക്കണം. ഉസ്താദെ, എന്റെ ഉമ്മ, എന്റെ വാപ്പ പറയുമ്പോ തന്നെ കണ്ണീ കൂടെ പൊന്നിച്ചവർക്ക് അങ്ങനെ ഒരിക്കുക. വാപ്പായെ കുറിച്ച് പറയുമ്പോ, ഉമ്മാനെ കുറിച്ച് പറയുമ്പോ എന്തൊരു സ്നേഹം. ഓ പടച്ചവനെ, എന്റെ ഉപ്പ അവിടെ കിടക്കണം, നീ എന്റെ കൂടെ പോയി കിടക്കാത്ത? നിന്നെ അത്രയ്ക്കും, നിന്റെ ഉപ്പാനെ നിനക്ക് അത്രയും സ്നേഹമാണെങ്കിൽ, നിന്റെ ഉമ്മാനെ നിനക്ക് അത്രയും സ്നേഹമാണെങ്കിൽ എന്തേടാ പള്ളിപ്പറമ്പിൽ പോയി കിടക്കൊന്നും വേണ്ടടാ, ഒരു 2 മിനിറ്റോടെ പോയി നില്ല്, എന്താ നിൽക്കാത്ത? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുന്നു, എത്ര കണ്ട് സ്നേഹിച്ചാലും എല്ലാവരും അവിടെ വരെ വരും. അപ്പൊ അവരെ സ്നേഹിച്ചിട്ട് കാര്യമുണ്ടോ? എടാ, ഞാനും നിങ്ങളും, ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, എന്റെ മക്കളെ സ്നേഹിക്കുന്നു, ഞാൻ ഒരുപാട് പേരെ സ്നേഹിക്കുന്നു. ഈ സ്നേഹിക്കുന്നവരൊക്കെ പള്ളിപ്പറമ്പിൽ എന്റെ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ സ്നേഹിക്കണേ?
അപ്പോഴാണ് മഹാനായ ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഒരു ഹദീസ് ഓർമ്മ വന്നു. എന്താ ഹദീസ്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവന് പ്രയോജനം ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ആദമിന്റെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവന് മരണശേഷം പ്രയോജനം ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ. അൽഹംദുലില്ലാഹ്, പള്ളി കെട്ടി കൊടുക്കുന്നത്, ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ഇവർക്കൊക്കെ പഠിക്കാൻ കിതാബ് വാങ്ങിക്കൊടുക്കൽ, പള്ളിയിൽ ഖുർആൻ വാങ്ങിക്കൊടുക്കൽ, കിണർ കുഴിച്ചു കൊടുക്കൽ, പൊതുവായിട്ടുള്ള പഞ്ചായത്ത് കിണർ പോലെയുള്ള കിണറുകൾ കുഴിച്ചു കൊടുക്കൽ, വെയിറ്റിംഗ് ഷെഡുകൾ വെച്ചു കൊടുക്കൽ, ഇതൊക്കെ ജാരിയായ സദഖ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്താൽ കല്യാണം കഴിഞ്ഞു, പക്ഷേ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളായ മക്കൾ, ഈ മക്കൾ മരിക്കുന്ന കാലം, ഇപ്പൊ ഞാൻ വഅദ് പറയാൻ തുടങ്ങിയപ്പോ ഞാൻ ദുആ ചെയ്ത എന്താ? അല്ലാഹുവേ, പഠിക്കണ കാലത്ത് എന്നെ സഹായിച്ചവർ, എനിക്ക് ഭക്ഷണം തന്നവർ, മരിക്കണ കാലം വരെ ഞാൻ ദുആ ചെയ്യും. പക്ഷെ അവരാരും ഇന്ന് ദുനിയാവിൽ ഉണ്ടാകണമെന്നില്ല. ഇരിക്കണ ഓരോ മുത്തഅല്ലിമീങ്ങളും മരിക്കുന്ന കാലം വരെ ദുആ ചെയ്യും. അത് ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ളതാ. പക്ഷെ നമ്മുടെ മക്കൾ ദുആ ചെയ്യണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് പ്രയോജനം ചെയ്യുന്ന 3 കാര്യങ്ങളിൽ ഒരു കാര്യം ആ മനുഷ്യൻ ചെയ്ത ജാരിയായ സദഖ. 2, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനങ്ങൾ. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ആമീൻ പറ. പോരാ, ആമീൻ പറ. എന്തേ മുത്തുനബി പറഞ്ഞേ? സ്വാലിഹായ മക്കളെന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. നല്ലതുപോലെ കേട്ടോ, സ്വാലിഹായ മക്കളെന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. സ്വാലിഹായ മക്കളെന്ന് പറഞ്ഞ ചില മക്കൾ ഞാൻ കാണിച്ചു തരാം. 5 നേരം നിസ്കരിക്കും, ഖുർആൻ ഓതും, നോമ്പ് പിടിക്കും, വഅദ് പറയും, സ്വലാത്ത് പറയും, സദഖ കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ വാപ്പായും ഉമ്മായും പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിട്ട് അസ്സലാമു അലൈക്കും, പിന്നെ അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെയുള്ളവനെ കിട്ടിയിട്ട് കാര്യമുണ്ടോപ്പാ? അങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല. ആ പറമ്പിൽ വന്നിട്ട് എന്റെ വാപ്പായ്ക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന മക്കൾ വേണം. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. 3 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങൾ നിന്റെ കൂടെ ഖബറിന്റെ അകത്തേക്ക് കടന്നു വരുമെന്ന പ്രവാചകൻ പറയുമ്പോൾ, ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ മനുഷ്യ നിന്റെ കൂടെ ഖബറിന്റെ അകത്ത് വരുമെന്ന് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാനൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുത്തു, ഞാൻ ഒരാളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ആരെയാണ് സ്നേഹിക്കാൻ തീരുമാനിച്ചതെന്നറിയുമോ? ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബാ, ഞാൻ ഏറ്റവും കൂടുതൽ അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കൊരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെയാണ്? കാമുകിയല്ല, സിനിമാ താരങ്ങളെയല്ല, സീരിയൽ നടിമാരെയല്ല, ഫുട്ബോൾ താരങ്ങളെയല്ല, ക്രിക്കറ്റ് താരങ്ങളെയല്ല, എന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളല്ല, എന്റെ കൂടെ നടിച്ച് എന്റെ കൂടെ നടന്ന് പഠിച്ചിരുന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരെയല്ല. മഹാനായ ഖാതിമുൽ അസം തങ്ങൾ പറയുന്ന ഉസ്താദേ, അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ആനന്ദം എന്തെന്നറിയുമോ? എന്റെ ഏറ്റവും വലിയ സുഹൃത്താരെന്നറിയുമോ? സൽക്കർമ്മങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, അവിടുന്ന് നല്ല കാര്യങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി, നമസ്കാരത്തിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ സ്നേഹിക്കാൻ തുടങ്ങി, സദഖ കൊടുക്കുന്നതിനെ സ്നേഹിക്കാൻ തുടങ്ങി, സ്വലാത്തുകൾ പറയുന്നതിന്, എന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പഠിച്ചവനെ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ വിചാരിക്കുന്നു നിന്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്, സമാധാനം തരുന്നത്, ഏറ്റവും വലിയ സുഖം തരുന്നത് സുന്ദരിയായ പെണ്ണാണെന്ന് നീ കരുതുന്നെങ്കിൽ ഇല്ലടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമസ്കാരത്തിനെ ഒന്ന് സ്നേഹിക്കടാ. എന്താണ് നമസ്കാരമെന്ന് നിനക്ക് ഇത്രയും കാലമായിട്ട് തിരിഞ്ഞില്ലല്ലോ. നമസ്കാരത്തെ സ്നേഹിക്കുന്ന എത്ര പേരാ ഉള്ളത്? നമസ്കാരത്തിന്റെ വാർഷികം കടന്നു വരികയാ.
ഈ വരുന്ന വെള്ളിയാഴ്ച കടന്നു വരുമ്പോ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവര്, നമസ്കാരത്തിന്റെ വാർഷികം കടന്നു വരികയാണ്. നമസ്കാരത്തിന്റെ വാർഷികം കടന്നു വരികയാണ്. ആരാണ് നമസ്കാരത്തിന് പ്രേമിക്കുന്നത്? ആരാണ് നമസ്കാരത്തിനെ സ്നേഹിക്കുന്നത്? നിങ്ങൾ ചോദിക്കും, ഉസ്താദേ നമസ്കാരത്തിനെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? പറഞ്ഞു തരാമടാ ചെറുപ്പക്കാരാ. നമസ്കാരത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ അതൊരു ലഹരിയാടാ, അതൊരു ആനന്ദമാടാ, അത് വല്ലാത്ത ഒരു സുഖമാണ് പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയാണ് മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. വിവാഹം കഴിച്ചിട്ടില്ല, ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരനാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ഹുബൈബ് തങ്ങളെ പടച്ചവനെ മുസ്ലിമായതിന്റെ പേരിൽ ജനങ്ങൾ പിടിച്ചുകൊണ്ട് വരികയാണ്, ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്നു. അവിടെ നിന്ന് തൂക്കുന്നതിന് വേണ്ടി ദാ തൂക്കുകയറിന്റെ മുകളിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാ. താഴെ നിൽക്കുന്നവര് മുഴുവനും ഹുബൈബിന്റെ ഫ്രണ്ട്സുകളാ, ഹുബൈബിന്റെ കൂട്ടുകാരാ, ഹുബൈബിന്റെ കളിക്കൂട്ടുകാരാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴുകുമരത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും വിളിച്ചു പറയുന്നു, ഹുബൈബേ ചെറിയ പ്രായമാടാ, അടിച്ചു പൊളിക്കണ്ട പ്രായമാടാ, നീ കാണിച്ചു തരുന്ന ഏതു പെണ്ണിനെയും നിനക്ക് ഞങ്ങൾ കൂടെ കടത്തി തരാ, നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാ, അധികാരം വേണമെങ്കിലും ഞങ്ങൾ തരാ. ഹുബൈബേ ഇസ്ലാം എന്ന് പറയുന്ന, മുഹമ്മദ് എന്ന് പറയുന്ന ആ മുഹമ്മദിനെയും അവന്റെ ദീനിനെയും നീ വലിച്ചെറിഞ്ഞിട്ട് വാടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറാകുന്നില്ല. ശത്രുക്കൾ അവിടെ നിന്ന് പറഞ്ഞു, എങ്കിൽ നീ മതം മാറണ്ട, എങ്കിൽ നീ മതം മാറണ്ട, മുഹമ്മദിനെ കുറിച്ച് മോശമായിട്ടൊരു വാക്കു പറയ്, എന്തെങ്കിലും ഒരു വാക്കു പറഞ്ഞാ നിന്നെ വെറുതെ വിടാ, നിന്നെ ജീവനോടെ തിരിച്ചു വിടാമടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവസാനം അവിടെ നിന്ന് തൂക്കുകയറിന്റെ മുന്നിൽ നിർത്തിയിരിക്കുന്ന ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ നിന്റെ അവസാനത്തെ മോഹമെന്താ? മരിക്കുന്നതിന് മുമ്പ് വല്ല അഭിലാഷമുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹവുമുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയുമോ? മാതാപിതാക്കളെ കാണണമെന്നല്ല, മുത്തുനബിയെ കാണണമെന്നല്ല, ഭാര്യയെ കാണണമെന്നല്ല, കുടുംബക്കാരെ കാണണമെന്നല്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയുമോ? 2 റക്അത്തും നമസ്കരിക്കാൻ സമയം തരുമോ? ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞത്, എനിക്കൊന്ന് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യാൻ സമയം തരുമോ? കൂട്ടുകാർ അനുവാദം കൊടുക്കുകയാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 2 റക്അത്ത് വുളുവെടുത്തിട്ടങ്ങ് നിസ്കരിക്കുകയാ. 2 റക്അത്ത് പടച്ചറപ്പിന്റെ മുന്നിൽ നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് സംസാരിക്കുകയാ. പടച്ചവനെ, ഇസ്രാഉം മിഅ്റാജും നടന്ന മാസമാണല്ലോ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവുമായിട്ട് അവിടെ നിന്ന് സംഭാഷണം നടത്തിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ അല്ലാഹുവിനെ കണ്ടത് മിഅ്റാജിന്റെ രാത്രിയിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മൾക്കും കാണാമല്ലോ. ഓരോ ദിവസവും 5 നേരം അല്ലാഹ് എന്റെ കണ്ണിന്റെ മുന്നിൽ വരുന്നുണ്ട്. ഞാൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞ പടച്ചവനെ, അല്ലാഹ് എന്റെ മുന്നിൽ ഒരു മറയുമില്ലാതെ വന്ന് നിൽക്കുകയാ. കാണാൻ കഴിയാത്തത് സിറാജിന്റെ പോരായ്മയാ. അല്ലാഹ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു നമസ്കാരം കഴിഞ്ഞ് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് രാവലാതി പറയുകയാ, അല്ലാഹുവോട് ഒരു പരാതി പറയുകയാ. എന്തേ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹ്
എപ്പോ നമസ്കരിച്ചാലും ഞാൻ വലിയ സൂറത്തുകളെ ഓതാറുള്ളൂ, വലിയ വലിയ സൂറത്തുകൾ ഓതിയട്ടെ നിസ്കരിക്കാറുള്ളൂ. ഇന്ന് ചെറുതായി പോയി തമ്പുരാന്, ഇന്ന് പെട്ടെന്ന് നിസ്കാരം നിർത്തി തമ്പുരാന്. മതിയായിട്ടല്ല അല്ലാ, കൊതി തീർന്നിട്ടില്ല അല്ലാ. പെട്ടെന്ന് നിർത്താറുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ നമസ്കാരം എങ്ങാനും നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. ഉബൈബിന് മരിക്കാൻ പേടിയാണെന്ന് ഇവര് കരുതും. പടച്ചവന് എനിക്ക് പേടിയില്ല റബ്ബേ, എനിക്ക് പേടിയില്ല റബ്ബേ. അതുകൊണ്ടാണ് പടച്ചവനെ പെട്ടെന്ന് നമസ്കരിച്ചത്. ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിന്റെ മുകളിൽ കയറി നിന്നടാ ചെറുപ്പക്കാരാ. നമസ്കാരത്തിന് അത്രയും വല്ലാത്ത സ്നേഹമായിരുന്നു, നമസ്കാരത്തിനോട് വല്ലാത്ത പ്രേമമായിരുന്നു, വല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് അവിടത്തെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുകയാ. ശത്രുക്കൾ പറഞ്ഞു, നീ കിബിലയുടെ നേരെ നിന്ന് ചാകണ്ടടാ ഹുബൈബ്, എതിരെ നിന്ന് മരിച്ചാ മതി. പടച്ചവനെ അങ്ങോട്ട് തലതിരിച്ച് പിടിച്ചിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുമ്പോ ചരിത്രം പറയുകയാണ്, പഠിപ്പിച്ച കമ്പിയും കുന്തവും കൊണ്ടുവന്ന് ഹുബൈബ് തങ്ങളുടെ ശരീരത്തിലേക്ക് കുത്തുകയാണ്. പച്ചയിറച്ചി അവിടെ നിങ്ങനെ കുത്തിയെടുക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിന്റെ മുന്നിലിരുന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പിടയുമ്പോ താഴെ നിന്ന് ചിരിക്കുകയാ, താഴെ നിന്ന് കളിയാക്കുകയാ. അവരത് കണ്ട് ആനന്ദിക്കുകയാ. അല്ലാഹുവേ, അവസാനം കഴുകുമരത്തിൽ കിടന്ന് കഴുത്തിലേക്ക് കയറ് മുറുകുമ്പോ അല്ലാഹുവേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാ, അല്ലാഹുവിന്റെ സൈന്യം കടന്നു വരികയാണ്. മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു, ഹുബൈബ് എന്തിനാ കരയുന്നത്, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? നോക്കടാ ഹുബൈബ്, നോക്കു ഹുബൈബ്, നിനക്ക് നോക്ക്, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് സ്വർഗത്തിന്റെ പട്ടുവസ്ത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മലക്കുകൾ കാത്തു നിൽക്കുകയാ. കരയല്ലേടാ ഹുബൈബ്, വിഷമിക്കല്ലേ ഹുബൈബ്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിങ്ങനെ സമാധാനിപ്പിക്കുകയാണ്, സ്വാഗതം പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, താഴെ നിന്ന് ചിരിച്ചുകൊണ്ട് കളിയാക്കുന്നവർ, അതാ ഹുബൈബിനെ പരിഹസിക്കുന്നവർ, ഹുബൈബിന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരുണ്ടല്ലോ, എല്ലാവരും ഹുബൈബിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന, ഹുബൈബ് ചിരിച്ചുകൊണ്ട് വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിളിച്ചു പറയടാ ഹുബൈബ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഉറക്കെ വിളിച്ചു പറ ഹുബൈബ്. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, തന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിത്തീ പോലെയാ വീണത്, ഇടിത്തീ പോലെയാണ്. കണ്ണ് പടച്ചവനെ തള്ളുകയാണ്, ഹൃദയമങ്ങ് പേടിച്ചുപോയി. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന സമയത്താ ഹുബൈബ് വിളിച്ചു പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ വിളിച്ചു പറയുന്നത് കേട്ടപ്പോ അതുവരെ കളിയാക്കിയവന്മാരുടെ മുഖമങ്ങ് വാടുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ഹൃദയമങ്ങ് പിടയ്ക്കുകയാണ്, കണ്ണപടം ഇങ്ങനെ തെള്ളുകയാണ്. അവിടെ നിന്ന് ചരിത്രം പറയുകയാ, തൂങ്ങി മരിക്കുന്നവന്റെ മരണം കണ്ടിട്ടുള്ളവർക്കറിയാ, കണ്ണ് തള്ളിയിട്ട് നാക്ക് കടിച്ചിട്ട് പതയും നൊരയും വായിലൂടെ ഒലിപ്പിച്ച് പേടിപ്പിക്കുന്ന രീതിയിലാണ് തൂങ്ങിക്കിടക്കുന്നത്. മരിച്ചവരുടെ മുഖം കണ്ടാൽ പലരും മയ്യത്ത് പോലും കാണാൻ പോകില്ല. പക്ഷേ ഹുബൈബിന്റെ മുഖം കണ്ടപ്പോ ആ കഴുകുമരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോ ശത്രുക്കള് പോലും വന്നിട്ട് നോക്കുകയാ, ഇതെന്തൊരു മരണമാ പടച്ചവനെ, ഇതെന്തൊരു ചിരിയാണ് തമ്പുരാനെ. കഴുകുമരത്തിൽ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഹുബൈബിനെ കണ്ടപ്പോ അവന്മാർക്ക് പോലും കൊതി തോന്നിയെന്ന് അവരുടെ കൂട്ടത്തിൽ ഇരുന്ന എത്രയോ പേർ അവസാനം മുസ്ലിമായപ്പോ അവര് ചരിത്രം പറഞ്ഞു തരികയാണ്. എന്റെ ചെറുപ്പക്കാരാ, എന്തിനെ സ്നേഹിച്ചതാ മോനെ? 5 നേരത്തെ നിസ്കാരത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടപ്പോ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ അഭിലാഷം ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു കൊടുത്ത പ്രതിഫലം ഇതാണെന്ന് ചരിത്രം പറയുമ്പോ അതാടാ നമസ്കാരം. അതിനെയാണ് സ്നേഹിക്കേണ്ടത്, അതിനെയാണ് പ്രേമിക്കേണ്ടത്. ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചാ പോക്കറ്റ് കലിയാകും. ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിനെ പ്രേമിച്ചാൽ നിന്റെ ഉള്ളത് മൊത്തം അവള് കൊണ്ടുപോകും അല്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ കൂടിയാൽ നിന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടും, നിന്റെ സമാധാനം പോകും, നിന്റെ സന്തോഷം പോകും, നിന്റെ ജീവിതം പോകും, നിന്റെ ദുനിയാവും ആഖിറവും പോകും. പക്ഷേ നിസ്കാരത്തിനെ സ്നേഹിച്ച, നിസ്കാരം എന്ന് പറയുന്ന അതിനെയാണ് കാമുകിയാക്കേണ്ടത്. ആ നിസ്കാരത്തിന് ബക്കറ്റ് എടുക്കാൻ സമയമായോപ്പാ. ഇൻഷാ അല്ലാഹ് ബർക്കത്ത് വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, ബർക്കത്ത് വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വേണ്ടേ? എന്താ മുത്തല്ലിങ്ങളെ മക്കളെ പൊക്കട. പലർക്കും ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയത്തില്ല, അതാ പൊക്കാത്ത. നമ്മളിൽ പലർക്കും ബർക്കത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയിരിക്കുന്നത് പൈസ ഇങ്ങനെ അടുക്കി അടുക്കി കിട്ടുക, ഇതിനാ ബർക്കത്തില്ലേ? 2 നില വീട് കിട്ടുക, പൈസ ഇഷ്ടം പോലെ കിട്ടുക, നല്ല കോടികളുടെ വാഹനം കിട്ടുക, ഇതൊക്കെയാണ് ബർക്കത്ത് എന്ന് കരുതിയ മഹാന്മാരുണ്ട്. അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പറഞ്ഞങ്ങാതിമാരെ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പൈസ കൂടുതൽ കിട്ടലാണോ? ആണോ? എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? പൈസ കൂടുതൽ കിട്ടുന്നതിനാണോ ബർക്കത്ത് എന്ന് പറയുന്നേ? അല്ല. സന്തോഷമാണ്. കൊല്ലപ്പ പറഞ്ഞുതരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചങ്ങായി അവിടെ 2 മിനിറ്റ് ഇരിയോടെ. ബക്കറ്റ് എടുത്തോണ്ട് പോയ ആളെന്തേ പോലെ അവിടെ ഇരിയടെ ചങ്ങാതി. ഉസ്താദ്മാരുടെ അടുത്തിരിക്കാൻ വയ്യ. കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി ചരിത്രത്തിൽ നിങ്ങൾ നോക്ക്, ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യ, ഒരു വലിയ മഹാൻ, പേര് മറന്നുപോയി. ആ മഹാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ അല്ലാഹ്. ദുആ ചെയ്യാ. എന്താ ദുആ ചെയ്യണേ? അള്ളാഹുവേ നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് തരണം. ഇത് കേട്ട ജാഹിലായ ഒരു മനുഷ്യൻ ചോദിക്കുക, എന്റെ പൊന്നാര ചങ്ങാതി, അല്ലാഹ് നീ ഭക്ഷണം തരണേന്ന് ചോദിച്ചാൽ പോരെ, എന്തിനാ ബർക്കത്ത് ചോദിക്കണേ? അള്ളാഹുവേ നീ എനിക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരണോന്ന് ചോദിച്ചാൽ പോരെ, എന്തിനാ അല്ലാഹ് നീ ഭക്ഷണത്തിൽ ബർക്കത്ത് കൊടുത്താ അല്ലാഹ് നീ ചോദിക്കണേ? അപ്പോഴാണ് ആ പൊട്ടനോട് പറഞ്ഞു കൊടുത്തത്, പൊന്നാര ചങ്ങാതി, ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു നരേന്ദ്രമോദിക്കും കൊടുക്കും, അമിത്ഷായ്ക്കും കൊടുക്കും, എനിക്ക് നിങ്ങൾക്കും തരും. എല്ലാവർക്കും അള്ളാഹ് ഭക്ഷണം കൊടുക്കും അല്ലേ? ഭക്ഷണം എന്ന് പറയുന്ന സാധനം അള്ളാഹ് കള്ളുപിടിയനും കൊടുക്കും, പെണ്ണുപിടിയനും കൊടുക്കും, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനും കൊടുക്കും. വാഗേറിയ റബ്ബ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. ഭക്ഷണത്തിനൊന്നും കുറവില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ പിടിച്ചുകൂടെ കൊണ്ടുവന്നിരുത്തി ഭക്ഷണം കൊടുക്കും. ഒരിക്കൽ റോഡി വെച്ച് കണ്ട ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്നു. റോഡി വെച്ച് കണ്ട ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് പറഞ്ഞ്, അനി ബിസ്മി പറഞ്ഞിട്ട് കഴിച്ചോളാം. ഓൻ ചോദിക്കുക, ബിസ്മി എന്ന് പറഞ്ഞാൽ എന്താണ്?
ബിസ്മി പറഞ്ഞിട്ട് കഴിക്കടാ. ബിസ്മിയോ? എന്താടാ നിന്റെ നീ മുസ്ലിം അല്ലേ? ഞാൻ മുസ്ലിം ഒന്നും അല്ല, എനിക്ക് ബിസ്മി ഒന്നും അറിയത്തില്ല. എഴുന്നേക്കടാ, ഭക്ഷണമൊന്നുമില്ല, എഴുന്നേക്ക്. മുസ്ലിം ബിസ്മിയും പറയത്തില്ല, ഒന്നും പൊക്ക പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പൊക്കി വിടാൻ നോക്കിയപ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, ഇബ്രാഹിം നബിയെ 40 കൊല്ലമായിട്ട് അള്ളാഹ് ഇവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അള്ളാഹിനെ എതിര് പ്രവർത്തിച്ചിട്ട്. എടാ, അള്ളാഹിനെ പോലും വിശ്വസിക്കാത്ത ഇവന് 40 കൊല്ലമായിട്ട് അള്ളാഹ് ഭക്ഷണം കൊടുക്കുന്നു, നിനക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റണില്ലേ എന്ന് വെച്ചേ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം അള്ളാഹ് എല്ലാവർക്കും കൊടുക്കും, പക്ഷെ ബർക്കത്ത് അതെല്ലാവർക്കും കിട്ടൂല. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ അള്ളാഹു അത് കൊടുക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബർക്കത്ത് എന്ന് പറയുന്ന സാധനം അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ. ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓസിന് കിട്ടൂല. അതുകൊണ്ടാ റമളാൻ മാസം കടന്നു വരുമ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ ബർക്കത്ത് ചോദിക്കണം. വേണമെങ്കിൽ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹിനോട് ചോദിക്ക്. ആ മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പൈസ കെട്ടുകണക്കിന് കിട്ടലല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാസത്തിലൂടെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, കടലിൽ പോയി മീൻ പിടിക്കുന്നവരുണ്ട്. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, ഈ കടലിൽ പോയി മീൻ പിടിക്കുന്നവർ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നവന് ഒരു ദിവസം ലാഭം 5000 രൂപ, ബാക്കി എല്ലാ ദിവസവും 150 രൂപ. ഇത് കിട്ടിയിട്ട് കാര്യമില്ല, അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. കിട്ടുന്നത് 1500 രൂപയാണെങ്കിലും മരിക്കുന്ന കാലം വരെ മുടങ്ങാതെ കിട്ടണം. 5000 ഒന്നും വേണ്ട, 150 മതി. 1500 1500 ആ കിട്ടുന്നത് മരിക്കണ കാലം വരെ എല്ലാ ദിവസവും കിട്ടണം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുന്നു, മരിക്കുന്ന കാലം വരെ എന്നും കിട്ടുന്നത് അങ്ങനെ തന്നെ കിട്ടുക, നിലനിന്നിക്കണം. ഏതെങ്കിലും ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. മരിക്കുന്ന കാലം വരെ നിലനിൽക്കണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ കൈ കൊണ്ട് എനിക്ക് മരിക്കണ കാലം വരെ പ്രയോജനം ഉണ്ടെങ്കിലേ ഈ കൈ കൊണ്ട് എനിക്ക് ഉപകാരമുള്ളൂ. ഈ നാവ് കൊണ്ട്, ഈ കണ്ണുകൊണ്ട്, ഈ കാലുകൊണ്ട്, എനിക്ക് അള്ളാഹു തന്നിരിക്കുന്ന അവയവങ്ങൾ കൊണ്ട് കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയ ഇതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിൽക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇന്ന് പൈസയുണ്ട്, നാളെ വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിലിരിക്കുന്ന അവസ്ഥ ഇല്ലേ? എടാ, ഇപ്പൊ നിനക്ക് കുഴപ്പമോ പ്രയാസമോ ഒന്നുമില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രോഗം വന്ന് വീടും പറമ്പും സ്വർണവും സർവ്വതും വിറ്റിട്ട് പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പിരിവെടുക്കുക, അങ്ങനെ ഒരു ഗതി വരരുത്തരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം ഉസ്താദെ എനിക്ക് അള്ളാഹ് നിലനിർത്തി തരണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കേ. പള്ളിയുടെ മുന്നിൽ പോയി തിണ്ടുന്നവൻ പൊക്കണ്ടാട്ടാ, എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല. അരക്കയ്യന്മാരുണ്ടോ? പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്ക്. എപ്പോഴും പൊങ്ങി നിൽക്കണം, ഇങ്ങനെ നിൽക്കരുത്, മുകളിൽ നിൽക്കണം. അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹ് നിലനിർത്തി തരുമാറാകട്ടെ. ഈ കുട്ടി നിങ്ങളുടെ മുന്നിൽ ബക്കറ്റുമായിട്ട് വരുമ്പോ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. മുത്തഅല്ലിങ്ങൾ ദുആ ചെയ്താൽ തന്നെ അള്ളാഹ് സ്വീകരിക്കും. എങ്ങനെ? ഹജ്ജിന് പോയിട്ട് വന്നവൻ ദുആ ചെയ്താ സ്വീകരിക്കും. ഇരിക്കണ മുത്തഅല്ലിമീങ്ങൾ ദുആ ചെയ്താ, ഉസ്താദന്മാര് സയ്യിദന്മാര് ഒക്കെ പോട്ടെ, നിങ്ങളുടെ തലയുടെ മുകളിൽ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം എന്താന്ന് അവർക്ക് അറിയില്ല. അവര് നല്ലതേ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ളൂ, നല്ലതേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്നു. ഈ മുത്തഅല്ലിമ നിന്റെ മുന്നിൽ വരുമ്പോ ഉള്ളതിലൊരു പങ്കെടുത്ത് നീ ആ ബക്കറ്റിന്റെ അകത്തിട്ടു. അൽഹംദുലില്ലാ, ആ മലക്ക് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്കുവൻ കൊടുത്ത് റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരൊറ്റ ദുആ മലക്ക്. ഉബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിസ്കാരത്തിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു നല്ല മരണം കൊടുത്തു. അള്ളാഹു നല്ല മരണം കൊടുത്തു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാ നല്ല മരണം വേണം. നമ്മൾ എന്തേ പള്ളിയിൽ പോകാത്തെ? ഉസ്താദെ കച്ചവടം നടത്തണം, മക്കളെ നോക്കണം, ഭാര്യയെ നോക്കണം, അതുകൊണ്ട് പള്ളിയിൽ നമ്മൾ പോകുന്നില്ല അല്ലെ? നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണല്ലോ, കച്ചവടവും കുടുംബമൊക്കെ ഉള്ളതുകൊണ്ട്. എന്റെ പൊന്നാര ചങ്ങാതി, നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നീയൊക്കെ എന്നെ പള്ളിക്കകത്തിരുന്നേനെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരം ഒരു ലഹരിയ, അത് വല്ലാത്ത ഒരു ആനന്ദമാ, അത് വല്ലാത്ത ഒരു സുഖമാ. പക്ഷെ നമ്മുടെ നിസ്കാരം എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ
നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയില്ല, അത് നമുക്കൊരു ഭാരമാ. ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഖുർആൻ പറഞ്ഞു നിസ്കരിച്ചിട്ട് നരകത്തിൽ പോ. നമ്മളൊക്കെ നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകുന്നവരാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം ഒരു ലഹരിയാകണമെങ്കിൽ, നിസ്കാരം ഒരു വല്ലാത്ത ആനന്ദമാകണമെങ്കിൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ഒരു വിരൽ പഴുത്തു. കാലിന്റെ വിരൽ പഴുത്തപ്പോ വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇത് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, ബുദ്ധിമുട്ടാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല. പഴുപ്പ് ഇങ്ങനെ കേറി കാൽപ്പത്തി മുഴുവനും പഴുപ്പായി. അപ്പൊ വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, നേരത്തെ വിരൽ മുറിക്കാനാ പറഞ്ഞത്, ഇപ്പൊ കാലിന്റെ പത്തി മുഴുവനും മറിക്കണം, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും. സമ്മതിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോ പഴുപ്പിങ്ങനെ മുകളിലേക്ക് കയറി. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, മുട്ടിന്റെ താഴെ വെച്ച് മുറിക്കണം, ഇനി മുറിച്ചില്ലെങ്കിൽ മുകളിലേക്ക് കയറും, പിന്നെ അര വെച്ച് മുറിക്കണം. എന്തു വേണം? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചു കാല് മുറിക്കാൻ. അങ്ങനെ കാല് മുറിക്കാൻ സമ്മതിച്ചപ്പോ ഈ വൈദ്യന്മാര് മുഴുവനും ഒരു പാത്രത്തിൽ കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കുക, എന്നാ തങ്ങളെ ഇത് കുടിക്കണം. എന്താ ചങ്ങാതി ഇത് കള്ളു കുടിക്കണം. എന്തിന്? കാല് മുറിക്കുമ്പോ വേദന അറിയാതിരിക്കണ്ടേ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന, കാല് വെട്ടി മുറിക്കല്ലേ, അപ്പൊ വേദന അറിയാതിരിക്കണമെങ്കിൽ കള്ളു കുടിച്ച കുറച്ച് വേദന അറിയില്ലല്ലോ, അതിനു വേണ്ടിയാ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കൊന്നാലും ഞാൻ കുടിക്കൂല, അങ്ങനെ എനിക്ക് കാല് മുറിക്കണ്ട. മഹാനവറുകൾ പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാം, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടാം, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ മുറിച്ചോളാൻ പറഞ്ഞു. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു ഒളിവെടുത്തിട്ട് നിസ്കരിക്കാൻ വന്നു. ഫാത്തിഹ ഓതി. സൂറത്തുൽ മുസമ്മിൽ ചരിത്രം പറയുന്നു മുസമ്മിലാണത്രേ. അവിടുന്ന് മഹാനവറുകൾ പടച്ചവനെ വൈദ്യന്മാരിങ്ങനെ നോക്കുമ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവിൻ ഖുസ്മിനുഹു ഖലീലാ. ഇങ്ങനെ ഓതുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. അതൊരു സാധാരണ ആയത്തല്ലല്ലോ. പള്ളിയിലെ ഉസ്താദന്മാര് പടച്ചവനെ സുബഹിക്കും ഇശായിക്കും ഒക്കെ വലിയ വലിയ സൂറത്തുകൾ ഓതുമ്പോ, ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ പുറകിൽ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, അതിന്റെ അർത്ഥമെങ്ങാണം നിനക്കറിയുമോ പൊന്നുമോന്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നലദൈനാ അൻകാലം വജഹീമാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഖബർ കുടിച്ചിട്ട് ഖബറിന്റെ അകത്തിരുന്ന് ഏറ്റവും കൂടുതൽ ഓതിയ ആയത്തിതാ. ഇത് ഓതിക്കഴിഞ്ഞ നഫീസ ബോധം കെട്ട് താഴെ വീഴുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പടച്ചറപ്പിന്റെ മുന്നിൽ കൈകെട്ടികെട്ട് നമസ്കാരത്തിൽ ഫാത്തിഹ ഓതി സൂറത്ത് ഓതി നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ വൈദ്യന്മാര് കടന്നു വന്നു. ആയുധം എടുത്തുകൊണ്ട് വന്നിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. അവിടെ നിന്ന് പടച്ചവനെ ഒരു ഇഞ്ചക്ഷനും എടുത്തില്ല, ഒരു മരുന്നും കൊടുത്തില്ല. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലങ്ങ് വെട്ടിമുറിച്ചു. സുബ്ഹാനല്ലാഹ്, അറിഞ്ഞില്ല വാപ്പാ. ഒരു കാല് വെട്ടിമുറിച്ചിട്ട് അറിഞ്ഞില്ല. ഒറ്റ കാലിൽ നിന്ന് നമസ്കരിക്കുകയോ. ഞാനും നിങ്ങളും നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞ ഒരു കൊതുകു പറന്നാ മതി. ഒരു കൊതുകങ്ങാണം നമ്മുടെ ചെവിയുടെ ഭാഗത്തുകൂടെ മൂളിക്കൊണ്ടുപോയാ അതുപോലും നമ്മൾ അറിയുമല്ലോ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ പൈപ്പ് പൊട്ടിക്കെട്ടൊഴുകുന്നത് പോലെ ഒഴുകുകയാണ്. പടച്ചവനേ, എന്തേ ചെയ്തതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അടുക്കളയിലെ ചട്ടിക്കകത്ത് എണ്ണ പൊടിച്ചിട്ട് കടുക് വറുക്കുമല്ലോ. അതാ
പടച്ചവനെ കറിവേപ്പില അതാ അതിനകത്തേക്ക് ഇടുമ്പോ, അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് മുക്കാൻ പോകുമ്പോ അതിനകത്ത് നിന്നൊരൽപ്പം വെള്ളം വീഴുന്ന സമയത്തൊന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഒരൽപ്പമെങ്ങാനും നിന്റെ ശരീരത്ത് വീണാൽ എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ സയ്യിദെണ്ണ തിളപ്പിക്കുകയാ, സയ്യിദെണ്ണ തിളപ്പിക്കുകയാ. എന്നിട്ടാ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ കൊണ്ടുപോയിട്ട് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മുറിച്ച കാലിലങ്ങ് മുക്കുകയാ. അറിഞ്ഞില്ല പെങ്ങളെ, അറിഞ്ഞില്ല പൊന്നുമോളെ, കാരണം നമസ്കാരത്തിലാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിൽ കൈകെട്ടികെട്ടാണ് ഉർവതങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്ന് തിളച്ച എണ്ണ മുക്കിയിട്ട് മഹാനവറുകൾ അറിഞ്ഞില്ല. അവസാനം കാലിലൂടെ രക്തം ഇങ്ങനെ ഒഴുകി ഒഴുകി അവസാനം അവിടെ നിന്ന് തളർന്നു വീഴുകയോ. പടച്ചറപ്പേ, ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ ചാരത്തിങ്ങനെ അതാ വൈദ്യന്മാര് നിൽക്കുകയാണ്. ബോധം തിരിച്ചു വരുമ്പോ ആരാ പറയുന്നത്? കാല് മുറിച്ചു മാറ്റിയെന്നാരാ പറയുന്നത്? അവസാനം ജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ കുടുംബത്തിൽ നിന്നൊരു മനുഷ്യൻ ഓടി വരികയാണ്, കുടുംബത്തിൽ നിന്നൊരാൾ ഓടി വരികയാണ്. എവിടെ ഉർവത്ത് ബിൻ സുബൈർ? എവിടെ? എന്തിനാണ് തിരക്കി വന്നത്? അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ മകൻ ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ. മരണവാർത്ത പറയാൻ വന്നതാണ്. ആരുടെ മരണവാർത്ത? അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകനും മരിച്ചു പോയിരിക്കുകയാ. വൈദ്യന്മാർ അത്ഭുതപ്പെട്ടു പോയി. ആരാ പറയുന്നത്? അവസാനം ബോധം തിരിച്ചു വന്നപ്പോ ആ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി, തങ്ങളെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹ്. രണ്ടാമതായി പറയുന്നു, തങ്ങള് ഏറ്റവും ഇളയ മകന് മരിച്ചുപോയി. ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. എല്ലാവരും കണ്ണു തള്ളി നിൽക്കുകയാണ്. അവരത്ഭുതത്തോടെ ചോദിക്കുന്ന ഉർവതങ്ങള് കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പോ എന്തിനാ അൽഹംദുലില്ലാഹ് പറയുന്നത്? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ അല്ല മുറിച്ചു മാറ്റിയുള്ളൂ. അൽഹംദുലില്ലാഹ്, എനിക്ക് അല്ലാഹു മക്കളെ നൽകിയിട്ട് ഒരെണ്ണത്തെയല്ലേ അല്ലാഹു തിരിച്ചു വിളിച്ചുള്ളൂ. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹു കരയുകയാ. ഉർവതങ്ങളുടെ കണ്ണിലൂടെ താടിരോമത്തിലൂടെ കണ്ണുനീർ ഒഴുകുന്നത് കണ്ടപ്പോ അവിടെ എല്ലാവരും ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? മകൻ മരിച്ചപ്പോ കരഞ്ഞില്ല, കാല് മുറിച്ചു മാറ്റിയപ്പോ കരഞ്ഞില്ല, ഇപ്പൊ എന്തിനാണ് കരയുന്നത്? അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇനി ഒരുപാട് നേരം അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റില്ലല്ലോ, ഒരുപാട് നേരം നിന്ന് നമസ്കരിക്കാൻ ഇനി കഴിയില്ലല്ലോ, അതിന്റെ സങ്കടത്തിൽ കരഞ്ഞു പോയതാ എന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും ഒരു സൽക്കർമ്മത്തിനെ നിനക്കൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരെണ്ണത്തെ നിങ്ങൾ സ്നേഹിക്കൂ. നിസ്കരിക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, സദഖ കൊടുക്കുന്നവരാണ്, സ്വലാത്ത് പറയുന്നവരാണ്, വഅദ് കേൾക്കുന്നവരാണ്, വഅദ് പറയുന്നവരാണ്. ഞാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാ. പക്ഷേ ആ സൽക്കർമ്മങ്ങൾ ആരെങ്കിലും കാണാറുണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങൾ ആരെങ്കിലും അറിയാറുണ്ടല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാ, നിനക്ക് വേണ്ടത് അങ്ങനത്തെ സൽക്കർമ്മമല്ല, ജനങ്ങളെ കാണുന്ന സൽക്കർമ്മമല്ല, രഹസ്യ
രഹസ്യമായിട്ടൊരു അമല് വേണം മോനെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കും അല്ലാഹുവിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമായ ഇബാദത്ത് വേണം. നിനക്കും അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. നിന്റെ ഭാര്യക്കറിയില്ല, നിന്റെ മക്കൾക്കറിയില്ല, നിന്റെ കൂടപ്പിറപ്പുകൾക്കറിയില്ല, നിന്റെ കുടുംബക്കാർക്കറിയില്ല, നിന്റെ കൂട്ടുകാർക്കറിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, നിനക്കും അല്ലാഹുവിനെ അറിയുന്ന ഒരു രഹസ്യം, നിനക്കും അല്ലാഹുവിന് മാത്രം അറിയുന്ന ഒരു ഇബാദത്ത് നിന്റെ ജീവിതത്തിൽ വേണം. അതിനെ സ്നേഹിച്ച നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ നിസ്കരിക്കും, 5 നേരം പള്ളിയിൽ പോയി, എല്ലാവർക്കും അറിയാം നിസ്കരിക്കുന്നു. സദക്ക കൊടുക്കും, അതും പലർക്കും അറിയാം. ഖുർആൻ ഓതും, അതറിയാം. നമ്മൾ തന്നെ ഖുർആൻ ഓതി കഴിഞ്ഞപ്പോ തന്നെ എന്റെ പ്രിയ, എന്താടാ നിന്റെ മുഖത്തൊരു വല്ലാത്ത വാട്ടം, ക്ഷീണിച്ചു പോയല്ലോ, തിങ്കളും വ്യാഴവും നോമ്പാളിയ, അതുകൊണ്ടാ. എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം, ഇന്നലെ രാത്രിയൊക്കെ ഇരുന്ന് ദിക്റും ഖുർആനും സ്വലാത്തും കിടന്നപ്പോ തന്നെ 1 മണിയായി, അതുകൊണ്ടാ. എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നിനക്കും അല്ലാഹുവിനും അറിയുന്ന ഒരു രഹസ്യമായ ഒരു ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. പള്ളിയിൽ പോയി നിസ്കരിച്ച എല്ലാവരും കാണും, കണ്ടിട്ടില്ലേ? വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ ചില ആൾക്കാർ ഇങ്ങോട്ട് കയറി വരും. വരുന്നത് തന്നെ ഖുത്ബ തീരാറാകുമ്പോ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വല്ലാത്ത കെട്ട. ആ കെട്ട് കണ്ടാ വിചാരിക്കും ഓനക്കാലും അള്ളാനെ പേടിയുള്ള ആരും ലോകത്തില്ലെന്ന്. അത്രയും ഭയഭക്തി. നാം 4 പേര് കാണുന്നുണ്ട്. അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവർ, ആരും കാണാത്ത, ആരും അറിയാത്ത ഒരു അമല് നമ്മുടെ ജീവിതത്തിൽ വേണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് വേണോ നിങ്ങൾ തീരുമാനിക്കുക, ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ജീവിതത്തിൽ നിനക്കും നിന്റെ ഭാര്യയ്ക്കും അറിയരുത്, നിന്റെ മക്കൾക്കും അറിയരുത്, ഒരാൾക്കും അറിയരുത്. അള്ളാഹുവിനും നിനക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമായ അമല് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു അമല് ജീവിതത്തിൽ ചെയ്യുവോ? ഏതമല് ചെയ്യും? ഞാൻ ഒരു അമല് പറഞ്ഞുതരാം. നിനക്കും അല്ലാഹ്ക്കും മാത്രം അറിയുന്ന, ചെയ്യാൻ പറ്റുന്ന ഒരു അമല് ഞാൻ പറഞ്ഞു തരാം. പൈസയുടെ ചെലവൊന്നുമില്ല, കഷ്ടപ്പാടില്ല. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? നിനക്കും ആർക്കറിയത്തില്ല, നിനക്കും അല്ലാഹ്ക്കും മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആർക്കും അറിയാത്ത രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്ത് അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് കൈപൊക്കിക്ക്. ചെയ്യാൻ ആഗ്രഹമുള്ളവര്. പൈസ ചെലവില്ലാത്ത കാര്യമല്ലേ? അൽഹംദുലില്ലാഹ്. എന്താണ് ആ ഇബാദത്ത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ബോറടിച്ചു തുടങ്ങിയ? നിർത്താറായോ? ആ ഇരിക്കണ ചങ്ങാതിമാര് എഴുന്നേറ്റിട്ട് ആ നിക്കണ ചങ്ങാതിമാരെ ഒന്ന് ഇരുത്തറോ. പാവങ്ങൾ കുറെ നേരം കൊണ്ട് നിൽക്കല്ലേ. ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊന്ന് എഴുന്നേക്ക്, ഒന്നിരുത്ത്. കസേര ഉണ്ടെങ്കിൽ കയറിയിരിക്കുക. വിട് ഇങ്ങോട്ട് നോക്കും, പോട്ടെ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്തപ്പോ സലാത്ത് പറയാൻ ഒരു മടി? ഒന്ന് കയറിയിരുന്ന നിങ്ങളൊക്കെ ഇരിക്കണ ചങ്ങായിമാരൊക്കെ കസേര ഫ്രണ്ടിലോട്ട് കയറ്റിക്ക്. മുത്തലിങ്ങളൊക്കെ ഇട്ടേക്ക് മക്കളെ. ഈ പുറകിൽ ഇരിക്കണ കാക്ക ഈ വഴിയും അടച്ചേ. ഇനി വാ, കസേര എടുത്തിട്ട് വാ കാക്ക. മുത്തലിങ്ങളോട് പോകുന്നത് നിങ്ങൾ ഇരി മക്കളെ. നിങ്ങൾ അങ്ങനെ ആവോ? നിങ്ങൾ അള്ളാന്റെ മലക്കൾ ചിറകിത അവിടെ പിരി. അള്ളാഹ് ആകെ ഉള്ളത് നിങ്ങളുടെ വാമീന. അവിടെ പോയി കണ്ടത് അവിടെ നിന്നോട്ട്. വാ ഇങ്ങോട്ട് കയറി വാ, കയറി വാ ചങ്ങായി. ഇങ്ങോട്ട് കസേര എടുത്തിട്ട് ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. അവിടെ 2 വിഭാഗമേ ഉള്ളൂ. നമുക്കിവിടെ ഒരു വിഭാഗം മതി. വാ കേറി. വഴിയൊക്കെ അടച്ചോ, ഇങ്ങോട്ട് കയറി. അൽഹംദുലില്ലാഹ്. ആ നിൽക്കുന്ന ചങ്ങായിമാരൊക്കെ വല്ല ബെഞ്ചോൺ ഡെസ്ക് കൊണ്ട് പറക്കിട്ടോട്ട് ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളൊക്കെ 2ാം നിലയിലെ മുകളിലൊക്കെ കയറിയിരിക്കുക. അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സഹാബികൾ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയും, നബിയെ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്താ നബി അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സഹാബാക്കൾ വന്നിട്ട് കണ്ട സ്വപ്നം പറഞ്ഞിട്ട് പറയും, ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തരാം. നമ്മളൊക്കെ സ്വപ്നം കാണുമോ? നമ്മൾ കാണും. പട്ടി കടിക്കാൻ വരുന്നു, പാമ്പ് കൊത്താൻ വരുന്നു, ഖബറ് കണ്ടു. ഇതൊക്കെയാ നമ്മൾ കാണുന്ന സ്വപ്നം. നല്ലതൊന്നും നമ്മൾ കാണാറില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പല ഉസ്താദന്മാരോടും ചോദിക്കണത്, ഉസ്താദ് ഖബറ് കണ്ടാൽ അതിന്റെ അർത്ഥം എന്ത്? പാമ്പ് കടിക്കാൻ വന്നാൽ കടിച്ചിട്ട് പോകും. അത് തന്നെ. എല്ലാരും ദുസ്വപ്നവാ കാണുന്ന, നല്ല സ്വപ്നം ആരും കാണാറില്ല. സത്യത്തിൽ ദുസ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണോപ്പ? ഒരാൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പട്ടി കടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ട എന്ത് ചെയ്യണം? തലയിൽ തേങ്ങ വീഴുന്നതായിട്ട് കണ്ട എന്തേപ്പ ചെയ്യണ്ടേ? വിളിച്ചു പോകണല്ലേ? രാത്രി ദുസ്വപ്നം കണ്ടാൽ എന്താ ചെയ്യണ്ടേ? അല്ലാ, നിങ്ങൾ ആരും കാണാറില്ല?
ദുസ്വപ്നങ്ങൾ രാത്രിയിൽ കണ്ടാൽ എന്ത് ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മളൊക്കെ വിചാരിച്ച് ഈ പഴയ ഉമ്മാമ്മമാര് പറയും, ഉറക്കത്തിൽ നിന്ന് ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇടതു ഭാഗത്തേക്ക് 3 പ്രാവശ്യം ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ട് തുപ്പണമെന്ന് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും. നമ്മളൊക്കെ വിചാരിച്ച് ഇതൊക്കെ വെറുതെ പറയണയാണ്. പക്ഷെ ഹദീസ് ഉണ്ട്. ഞാൻ എൻ്റെ കണ്ണ് കണ്ട് ഞാൻ ഒരു ദിനം ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും 246 ദിവസമായി ഇന്ന് മുടങ്ങാതെ നടക്കുന്നുണ്ട്. ഞാൻ ആ ഹദീസ് എൻ്റെ കിതാബ് ഞാൻ ഇങ്ങനെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഒരാൾ ഉറക്കത്തിൽ ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ഔദു ഓതിയിട്ട് ഇടതുഭാഗത്തേക്ക് തുപ്പണമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരോടും പറയാനും പാടില്ല. ദുസ്വപ്നങ്ങൾ ശൈത്താന്റെ ഭാഗത്ത് നിന്ന് പറയാൻ പാടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇനി ദുസ്വപ്നം ചെയ്താൽ എന്ത് ചെയ്യണം? ദുസ്വപ്നം കണ്ട എന്ത് ചെയ്യണം? ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പണം. പെണ്ണുമ്പുള്ള അടുത്ത് കിടക്കുക, അതിന്റെ തലയിലാ തുപ്പണത്. അലച്ചിക്കാൻ താത്താമാര് വിചാരിക്കും എന്തായാലും ദുസ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് അടുത്ത് കിടക്കണ അബൂബക്കറിനെ നീ മറന്നു പോകരുത്. അവസാനം പിന്നെ തുപ്പിയതിനായിരിക്കും അടുത്തടി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല സ്വപ്നങ്ങൾ പറയാൻ പാടുള്ളത് മാത്രം പറയണം, അല്ലെങ്കിൽ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ 3 വട്ടം കണ്ടു. മസ്ജിദ് നബവിയുടെ കുബ്ബ ഞാൻ കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഖബർ ഞാൻ കണ്ടു. എന്തിനാ അപ്പൊ പറയണേ? അത് പറയാൻ പാടുണ്ടോ? അതങ്ങനെ പരസ്യമായി പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആവശ്യമുള്ളത് മാത്രം പറയുക. പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷ ചോദിക്കണമെന്ന, എന്നാലും പറയരുതെന്ന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ വന്ന് സ്വപ്നം പറയും, വ്യാഖ്യാനം കേൾക്കും. ഇത് കേട്ടപ്പോ ഇബ്നു ഉമർ തങ്ങൾക്ക് വലിയ സങ്കടം. ഈ ചങ്ങാതി ഒരു സ്വപ്നവും കാണത്തില്ല, അതുകൊണ്ടാ സങ്കടം. ഒരു സ്വപ്നവും കാണാറില്ല, വലിയ വിഷമം. എല്ലാ മുത്തുനബിയുടെ മുന്നിൽ പോയി ചോദിക്കുന്നുണ്ട്, എനിക്ക് പറ്റണില്ലല്ലോ അല്ലാ, വലിയ സങ്കടവാ. അങ്ങനെ ഒരു ദിവസം മസ്ജിദ് നബവിയിൽ കിടന്നുറങ്ങാൻ പോകുകയാണ്. രാത്രി മസ്ജിദ് നബവിയിൽ കിടന്നുറങ്ങാൻ പോകുമ്പോൾ മഹാന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് പള്ളിക്കകത്ത് ഇരുന്നിട്ട് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. ഇൻ കുന്ത തഅലമു ഫീ ഖൈറൻ ഫഅറത്തി ലൈലത്തുർ റുയ. അല്ലാഹുവേ, എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി സ്വപ്നം കാണണം. അല്ലാഹുവേ, എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അല്ലാ എനിക്ക് ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു സ്വപ്നം എനിക്ക് കാണിച്ചു തരണം പടച്ചോനെ. എനിക്ക് പ്രവാചകനോട് വിവക്ഷ ചോദിക്കാനാ, ഒരു സ്വപ്നം എനിക്ക് കാണിച്ചു തരണം ഇന്നത്തെ രാത്രി തന്നെ. മഹാന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ സ്വപ്നം കാണാൻ വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് കിടന്നുറങ്ങി. അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു. പക്ഷേ രാവിലെ എഴുന്നേറ്റു. നബിയുടെ മുന്നിൽ പോയി ചോദിക്കാൻ ധൈര്യമില്ല. കണ്ട സ്വപ്നത്തിന്റെ വിവക്ഷ പോയി ചോദിക്കാൻ കഴിയില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതാനി മലക്കാൻ. കണ്ട സ്വപ്നം എന്തെന്നറിയുമോ? ഉറങ്ങിക്കിടക്കുന്ന ഇബ്നു ഉമർ തങ്ങളുടെ ചാരത്ത് 2 മലക്കുകൾ കടന്നു വരികയാണ്. 2 മലക്കുകൾ കടന്നു വന്നു. ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്നിങ്ങനെ കൊണ്ടുപോവുകയാണ്, അവിടെ നിന്നിങ്ങനെ നടത്തിക്കൊണ്ടുപോവുകയാണ്. മഹാനവറുകൾ പറയുന്നു, അങ്ങനെ ഒരുപാട് നടന്നു. അവസാനം നടന്ന് ചെന്നത് എവിടെയെന്നറിയുമോ? നരകത്തിന്റെ മുന്നിലാ. പടച്ചവനേ, ഫറഅയ്തുന്നാറ മുഗ്താ. മലക്കുകൾ കൊണ്ടുപോയത് നരകത്തിന്റെ മുന്നിലേക്കാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നരകം അടച്ചിരിക്കുകയാണ്. നരകം അടച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്വപ്നമാണ് കണ്ടത്. പ്രവാചകന്റെ അടുക്കൽ പോയി പറയാനൊരു വല്ലാത്ത പേടി. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരിയോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ റസൂലിനോട് ഇതിന്റെ വിവക്ഷയെന്ന് ചോദിക്കണേ. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സ്വപ്നത്തെ കുറിച്ച് വ്യാഖ്യാനം ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താ? നിഅമർ റജുലു അബ്ദില്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. പെണ്ണേ, നിന്റെ കൂടപ്പറപ്പ് നല്ലവനാണ്. നിന്റെ കൂടപ്പറപ്പ് നല്ലവനാണ്. അവൻ അല്ലാഹ് ഇഷ്ടപ്പെട്ടവനാണ്. അവൻ അല്ലാഹു ഇഷ്ടപ്പെട്ടവനാണ്. പക്ഷേ അവനാ നരകത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അങ്ങനെ നരകം കാണാനുള്ള കാരണമെന്തെന്നറിയുമോ? അവൻ നല്ലവനാണെങ്കിലും ലൗ കാന യുസല്ലി ബില്ലൈൽ
രാത്രി ഒന്ന് 2 റക്അത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, എന്റെ ജീവിതത്തില് റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം ഞാൻ മരിക്കുന്ന കാലം വരെ തഹജ്ജുദ് നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും വാപ്പാ, പക്ഷേ പാതിരാത്രി നിസ്കരിക്കണോ? രാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുവെടുത്തിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിക്കണോ? ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, അത് എല്ലാവർക്കും കഴിയില്ല, അത് എല്ലാവർക്കും കഴിയില്ല. പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, സുന്നത്ത് നോമ്പുകൾ പോലും വിടാത്ത ഉമ്മ, എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ, അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് പടച്ചവൻ സ്നേഹിക്കുന്നവർക്കേ കഴിയൂ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിനക്കും അല്ലാഹുവിനും അറിയുന്ന ഒരു രഹസ്യമേതാ, തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, ഭാര്യ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, വാപ്പ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല. രാത്രി 3 മണിക്ക് 4 മണിക്ക് ആരും കാണാതെ ഉളുവെടുത്തിട്ട് നിസ്കാര റൂമിന്റെ അകത്ത് ചെന്നിട്ട് ലൈറ്റ് അണച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിലൊന്നിരിക്കടാ പോര്. കടമാണ്, പ്രയാസമാണ്, രോഗമാണ്, മക്കളില്ല, ബുദ്ധിമുട്ടാണെന്ന് പരാതി പറഞ്ഞ് നടക്കുന്ന മനുഷ്യ, ആ പറയുന്നത് നാട്ടുകാരോട് പറയുന്നതിന് പകരമായി പടച്ചറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോടൊന്ന് പറ, എനിക്ക് കടവാ അല്ലാ, എനിക്ക് രോഗമാ അല്ലാ, എന്റെ കടം മാറ്റാൻ നിനക്കേ കഴിയൂ, എന്റെ രോഗം മാറ്റാൻ നിനക്കേ കഴിയൂ, എന്റെ പ്രയാസം മാറ്റാൻ നിനക്കേ കഴിയൂ. പടച്ചറപ്പിന്റെ മുന്നിലേക്കൊന്ന് പറയാ കഴിഞ്ഞു നോക്ക്. അങ്ങനെ ഒന്ന് പറയടാ ചെറുപ്പക്കാരോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, ആരോടും പറയരുത്, ആരോടും പറയരുത് നീ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാണെന്ന് അല്ലാഹ് അറിഞ്ഞാ മതി. അത് അല്ലാഹു നിനക്കുമല്ലാതെ ഒരാളോടും നീ പറയല്ലേ. നിന്റെ ഭർത്താവിനോട് പോലും പറയല്ലേ. നിന്റെ ഭർത്താവിനെ പോലും അറിയിക്കാതെ നിനക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് 5 പ്രതിഫലമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് 5 പ്രതിഫലമാ. ഇത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്നതാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇബാദത്താ. പടച്ചറപ്പേ ചെയ്തു നോക്ക്. ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലും എഴുന്നേറ്റ് ഒറ്റയ്ക്കിരുന്ന് ഉളുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനോടൊന്ന് സംസാരിക്കുമോനെ. ഇതിനെക്കാളും ഒരു അമലില്ലല്ലോ, ഇതിനെക്കാളും ഒരു ആനന്ദമില്ലല്ലോ, ഇതിനെക്കാളും ഒരു സുഖമില്ലല്ലോ. പാതിരാത്രി 2 മണിക്ക് അലാറം വെച്ചിട്ട് ഫുട്ബോൾ കളി കാണുന്ന യുവത്വേ, ഇന്ന് മലപ്പുറം ജില്ലയുടെ പരിസരത്തുകൂടെ പാതിരാത്രി വഅദ് കഴിഞ്ഞിട്ട് പോകുമ്പോ അല്ലാ, ഇന്നുറക്കമില്ലല്ലോ, ഇന്നുറക്കമില്ലല്ലോ. ഉറങ്ങേണ്ട സമയത്ത് ഫുട്ബോൾ കളിക്കുന്ന ചെറുപ്പക്കാരെ കാണാ. എന്തേ പൊന്നുമോന്, എന്തേ പൊന്നുമോന്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ രാത്രി നമസ്കാരം ആരും അറിയാത്ത ഒരു രഹസ്യമായി നിനക്കൊന്ന് മുറുകെ പിടിക്കാൻ കഴിഞ്ഞാ അല്ലാഹ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഇബാദത്താ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചറപ്പേ ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത് ഉസ്താദ് കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തകർത്തിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ പച്ചയിറച്ചി തിന്നിട്ടുണ്ട്. ഉസ്താദ് ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനാ. എങ്ങനാ പൊറുക്കുന്നത്? എവിടെ കൊണ്ടാ കഴുകുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴിയാ.
പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി മോനെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. പെങ്ങളെ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അല്ലാഹു പുറത്തു തരും. മോള് എഴുന്നേറ്റിരുന്ന് പറയാൻ കഴിയുമോ? എണ്ണി പറയണം, അല്ലാഹുവിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും ഞാൻ ഇങ്ങനെ ചെയ്തു തമ്പുരാന്. എണ്ണി പറയണം. മണ്ണ് അല്ലാഹുവിന്റെ മുന്നിൽ ആരും കേൾക്കണമെന്നില്ല, നിന്റെ വീട്ടുകാരും നാട്ടുകാരും അറിയണമെന്നില്ല. അല്ലാഹ് മാത്രം കേട്ടാ മതി, അല്ലാഹ് മാത്രം കേട്ടാ മതി. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹ് നിനക്ക് പുറത്തു തരുമല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ നാട്ടുകാർ മുഴുവനും കടന്നു വരികയാണ്. മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ മഴയില്ല നബിയേ, ക്ഷാമമാണ് നബിയേ, വെള്ളം കുടിക്കാനില്ല നബിയേ, പടച്ചവനോടൊന്ന് ദുആ ചെയ്യുമോ, അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ? മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ. പടച്ചവനെ അന്ന് ജനങ്ങൾ മുഴുവനും പ്രായമുള്ളവരും കുട്ടികളും രോഗികളുമല്ല. പടച്ചവനെ ഒരു ജനല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. ചരിത്രം പറയുന്നു 70,000 പേര്, 70,000 പേര് പടച്ചവനെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. മഴ നേടാമെന്നതാ, മഴ കിട്ടാൻ ദുആ ചെയ്യാമെന്നതാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് 70,000 പേരെ സാക്ഷി നിർത്തിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ് മഴ തരണേ അല്ലാഹ്. അവിടെന്ന് ദുആ ചെയ്തു. മഴ വരുന്നില്ല, കാർമേഘം അനങ്ങുന്നില്ല, മഴ വരുന്നതിന്റെ അടയാളം കാണാനില്ല. മൂസാ നബി രണ്ടാമതും ദുആ ചെയ്തു, അല്ലാഹ് പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, പാല് കുടിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, 70,000-ഓളം വരുന്ന ജനമുണ്ട് റബ്ബേ, മഴ തേടാമെന്നതാ, മഴ തരണേ അല്ലാഹ്. അവിടെന്ന് ദുആ ചെയ്യുകയാണ്. ഒരടയാളവും കാണുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം അവസാനമായി അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് മഴ തരണേ അല്ലാഹ്. അവിടെന്ന് ദുആ ചെയ്യുമ്പോ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. മൂസാ നബിയേ ദുആ ചെയ്യണ്ട, മഴ പെയ്യൂല, മഴ പെയ്യൂല. കാരണം എന്തേ ജിബ്രീൽ, 70,000 പേരില് ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട് നബിയേ. 40 വർഷക്കാലമായി അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ അഹങ്കാരിയെ പോലെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ മതിമറന്ന് നടക്കുന്ന ഒരു വൃത്തികെട്ടവന് ഈ ആയിരിക്കുന്ന ജനങ്ങളുടെ നടുവിലുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ, അവൻ എഴുന്നേറ്റ് പോകാതെ മഴ അല്ലാഹു തരില്ല നബിയേ. മൂസാ നബിയുടെ മുന്നിൽ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന 70,000-ൽ വരുന്ന ജനസാഗരം മൂസാ നബി അവിടെ നിന്ന് പറയുകയാ, ഇരിക്കുന്ന നമ്മളുടെ ഇടയില് 40 വർഷമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന ഒരാളുണ്ട്. 40 കൊല്ലമായിട്ട് പടച്ചവനെ ധിക്കരിച്ച് നടക്കുന്ന ഒരുത്തൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ, ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ, അല്ലാതെ മഴ പെയ്യില്ല. മൂസാ നബി അവിടെ നിന്ന് പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുകയാരാ അല്ലാഹ്, ആരാ അല്ലാഹ്. 40 വർഷമായി പടച്ചവനെ മറന്നു നടക്കുന്ന വൃത്തികെട്ടവനാരാ? പടച്ചവനെ ജനങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. ആ സദസ്സില് 40 കൊല്ലമായി മറന്നു നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് ചിന്തിച്ചു, അല്ലാഹ് ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാഹുവേ ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ ഇവരുടെ മുന്നിൽ നാണം കെടുമല്ലോ അല്ലാഹ്, ഇവരെല്ലാവരും എന്നെ അറിയുമല്ലോ അല്ലാഹ്.
ആ മനുഷ്യനെന്തേ ചെയ്തതെന്നറിയുമോ? ആ മനുഷ്യനെന്തേ ചെയ്തതെന്നറിയുമോ? പെങ്ങളെ, പാതിരാത്രി തൗബ ചെയ്യേണ്ടത് എങ്ങനാണെന്ന് പഠിച്ചോ. ആ മനുഷ്യൻ തലയങ്ങ് താഴ്ത്തിപ്പിടിക്കുകയാ. എന്നിട്ട് നിറകണ്ണുകളോടെ പടച്ചവരോട് പറയുന്നു, നാഥാ, 40 കൊല്ലം ഞാൻ ധിക്കാരം കാണിച്ച റബ്ബേ, ഞാൻ മതിമറന്ന് നടന്നവനാ റബ്ബേ, ഞാൻ നിന്നെ ധിക്കരിച്ചവനാ റബ്ബേ, ചെയ്തു പോയത് മുഴുവനും പാപമാണല്ലാ, ചെയ്തത് മുഴുവനും നന്ദി കേടാ അല്ലാ, തെറ്റുകൾ എനിക്ക് മനസ്സിലായി റബ്ബേ, എന്നെ നാണം കെടുത്തല്ലേ അല്ലാ, എന്നെ നാണം കെടുത്തല്ലേ അല്ലാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല റബ്ബേ. ഇന്നിവിടെ വെച്ച് തൗബ ചെയ്യുകയാണ്. ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും ഞാൻ ഏറ്റുപറയുകയാ. ഇന്ന് മുതൽ നന്നാകാല്ല, ഇന്ന് മുതൽ നന്നാകാല്ല, ഇനി ഒരിക്കലും നിന്നെ മറക്കില്ല റബ്ബേ. ആരും കാണാതെ ആരും കേൾക്കാതെ ആ 70,000-ഓളം വരുന്ന ജനങ്ങളുടെ നടുവിലിരുന്നിട്ട് പടച്ചവരോട് പറയുമ്പോ കാർമേഘങ്ങൾ വരികയാ. ആകാശത്ത് കാർമേഘം ഇങ്ങനെ വരികയാണ്. മഴയുടെ കാർമേഘം കണ്ടപ്പോ ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാ. ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി, റബ്ബേ, ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ, ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മഴ പെയ്തത്? ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ, എങ്ങനെയാണ് മഴ പെയ്തത്? ഈ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് അവിടെ എന്തോ പറഞ്ഞതെന്തെന്നറിയുവോ? അല്ലാ, എന്റെ തൗബ നീ സ്വീകരിച്ചെങ്കില്, എന്റെ തൗബ നീ സ്വീകരിച്ചെങ്കില് മഴ തരണേ അല്ലാ. ആ മനുഷ്യനാ ദുആ ചെയ്തത്. തൗബ ചെയ്തിട്ട് പറയുകയാണ്, റബ്ബേ, എന്റെ പാപം നീ പുറത്തു തന്നാൽ മഴ തരണേ അല്ലാ. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ അങ്ങ് പെയ്തിറങ്ങുമ്പോ മൂസാ നബിയോട് പറയുന്നു, നബിയേ, അവന് തൗബ ചെയ്ത സന്തോഷത്തിൽ കൊടുത്തതാ. 40 കൊല്ലം പടച്ച റബ്ബിനെ മറന്നു നടന്നവൻ അല്ലാഹുവിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിലാ മഴ കൊടുത്തത്. മോനെ, ഇതിനാടാ തൗബ എന്ന് പറയുന്നത്. നിലവിളിക്കുന്നതിനല്ല, അതാ അട്ടഹസിക്കുന്നതിനല്ല. പറയേണ്ടതുപോലെ പടച്ച റബ്ബിന്റെ മുന്നിൽ പാതിരാത്രി എഴുന്നേറ്റിരുന്നിട്ട് പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാകെ എന്നെ. പറയടാ പടച്ചവനോട്, നിന്നെക്കാലും പൊറുക്കുന്ന ഒരാളും ഈ ദുനിയാവിലില്ല. നീ ഗഫൂറാണ്, നീ റഹീമാണ്, നീ കാരുണ്യമാനാണ്. ഓരോന്നും പടച്ചവനോട് എടുത്തു പറഞ്ഞിട്ട് ദുആ ചെയ്യ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉപ്പാ, ഒന്ന് നിന്നെ ഇഷ്ടപ്പെട്ടവനാ, നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. അല്ല നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാ നീ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അമല്. 2, നീ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 വിശദീകരിക്കുന്നില്ല, 11 മണിയായി, സമയം കഴിഞ്ഞു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. 3 നിർത്താറായോ? ഒരു 10 മിനിറ്റും കൂടി ഇരിക്കൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരെ, 3ാമത്തെ പ്രതിഫലം, രാത്രി നിസ്കരിച്ചാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം. ചിലര് പറയും, ഉസ്താദെ കള്ളുകൂടിയുണ്ട് ഉസ്താദ്, നിർത്തണോ നോക്കിയിട്ട് പറ്റണില്ല, വ്യഭിചാരമുണ്ട് പറ്റണില്ല ഉസ്താദ് നിർത്താൻ, എന്തെങ്കിലും ദിക്റുണ്ടോ, ദുആ ഉണ്ടോ? ഇതൊക്കെയാ ചോദിക്കണേ.
ഉസ്താദ് മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാൽ കൈകാല് വിറയ്ക്കുക, കള്ളു കുടിക്കാനല്ല സീരിയൽ കാണാൻ. ആരാ പറയണത്? കയ്യിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിച്ചോണ്ട് നടക്കണം ഉമ്മായ. കള്ളുകുടി മാറണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കണമെന്ന് ആരാ പറഞ്ഞേ? എങ്ങും പോണ്ടടാ. നിന്റെ ഏത് ദുശീലവും മാറാനുള്ള ഒരു വഴി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് മലക്കുകൾ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ നിന്നെ പിടിക്കും. നീ പാപം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിന്നെ കൊണ്ട് പറ്റൂല. ഈ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച് തൗബ ചെയ്തിട്ട് അള്ളാനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണ് സീരിയൽ കാണുമെന്ന് വിചാരിച്ചാലും പറ്റൂല. ഒന്നീ കരണ്ട് പോകും, അല്ലെങ്കിൽ കേബിള് പോകും, അല്ലെങ്കിൽ നിന്നെ പൊക്കിക്കൊണ്ടുപോകും. എന്തെങ്കിലും അള്ളാഹു നിന്നെ സംരക്ഷിക്കും പാപം ചെയ്യുന്നതിനെ തൊട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ പ്രതിഫലം എന്താ? നാലാമത്തെ പ്രതിഫലം എന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? തങ്ങളോടൊക്കെ ചോദിച്ചറിയാൻ. രാത്രി വയല് കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു കൂടിനകത്ത് കിടന്ന് കുറെ സാധനങ്ങൾ കളിക്കുന്ന കാണാം. അതിനെന്താ പറയാ മക്കളെ? എന്താ പറയാ? എന്താ ടർഫ്. ഈ അടുത്ത് നമ്മൾ വയല് കഴിഞ്ഞിട്ട് വരുമ്പോ 4 ചെറുപ്പക്കാരും 2 പെൺകുട്ടികളും. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നവൻ പറയാ, ഉസ്താദ് ചിലപ്പോ അത് ഗോളിയായിരിക്കും. ഒരുത്തൻ പറഞ്ഞു, അല്ല കോച്ചായിരിക്കുന്നു. രാത്രി 1 മണിക്ക്. എന്താ ടർപ്പാ? എന്താ കൂടിനകത്ത് അടച്ചിട്ടിരിക്കുക. നാളെ അള്ളാഹ് അടച്ചിടും. കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ? ആരോഗ്യത്തിന് വേണ്ടിയല്ലേ ഈ രാത്രി കളിക്കാൻ പോണല്ലേ? നിങ്ങൾ ഈ പാതിരാത്രിയൊക്കെ എന്തിനാ എക്സസൈസ്, കളി അല്ലെ? ഇതൊക്കെ എന്തിനാ? ആരോഗ്യം നോക്കാൻ. എന്തിനാടാ പൊട്ടാ നീ അവിടെ പോണേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് നീ ഓർത്താ പോരെ? നീ കണ്ടിട്ടുണ്ടോ? നിന്റെ വാപ്പ വീടിന്റെ അകത്ത് മാരക രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാം. ആ വാപ്പാടെ മോനെ പാതിരാത്രി പോയി 12 മണിക്ക് തട്ടിക്കളിക്കണം ആരോഗ്യം ഉണ്ടാക്കാൻ. ഇതിനേക്കാളും വലിയ ദൃഷ്ടാന്തം നിനക്കെന്ത്? എടാ, എത്രയോ പേര് രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കണം നിന്റെ വീട്ടിൽ. നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ, ആ ഉമ്മയുടെയും വാപ്പയുടെയും മകനാണ് ഇങ്ങനൊക്കെ നടക്കാം. എങ്കിൽ മോനെ, രാത്രി നിസ്കരിച്ചാൽ കിട്ടുന്ന ഒറ്റ പ്രതിഫലം എന്തിനാടാ വഴുത്? ഇത് മാത്രം കേട്ടാ മതി ഇന്നത്തെ വഴുത്. ഈ ഒരൊറ്റ പ്രതിഫലം നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുകയാണ്, പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുകയാണ്. വായിൽ ക്യാൻസർ, നാവിൽ ക്യാൻസർ, മലദ്വാരത്തിൽ ക്യാൻസർ, തലച്ചോറിൽ ക്യാൻസർ വരുന്നവർ എത്രയെത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ക്യാൻസർ രോഗം പിടിച്ചിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ക്യാൻസർ അല്ല പടച്ചവനെ, കിഡ്നിയുടെ രോഗികളാണ്. ഒരു കുടുംബത്തിൽ ഒരു കിഡ്നിയുടെ രോഗി വരെ ഉണ്ടാകുമെന്ന് ശാസ്ത്രം പറയുമ്പോ, ഒരു കുടുംബത്തിൽ ഒരു കിഡ്നി തകർന്ന രോഗി. ഇതേ രീതിയിലാണ് പുതിയ കണക്കുകൾ കടന്നു വരുന്നത്. പടച്ചവനെ, എന്തെല്ലാം രോഗങ്ങൾ ഇങ്ങനെ വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാ. എങ്കിലല്ലാ, ഏതെങ്കിലും ഒരു മനുഷ്യന് പാതിരാത്രി നമസ്കരിച്ചാൽ ആ ഉറക്കമൊഴിയുന്നത് വെറുതെയല്ല, ആ ഉറക്കമൊഴിയുന്നത് വെറുതെയല്ല. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രാത്രി 2 റക്അത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തിയ അവസാനം വീടിന്റെ അകത്ത് കിടന്നിട്ട് രോഗത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയേണ്ട ഗതി നിനക്ക് വരില്ല വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വലിയ വലിയ രോഗങ്ങളും ക്യാൻസറും ട്യൂമറും കിഡ്നി തകരലും ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങളുണ്ടല്ലോ. ഈ രോഗങ്ങൾ അല്ലാഹു നിനക്ക് തരൂല. കാരണം നീ രാത്രി നിസ്കരിച്ചവളാ, നീ അല്ലാഹനെ ഇഷ്ടപ്പെട്ടവളാ, നീ അമലുകളെ സ്നേഹിച്ചവളാ. ഒരു രഹസ്യമായ ഇബാദത്ത് നിന്റെ ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചവളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉപ്പാ, നിനക്ക് അല്ലാഹു അറുത്ത് മുറിക്കും
കുടിക്കുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ പടച്ച റബ്ബ് നിനക്ക് തരൂല ഉപ്പാ. ചെറുപ്പക്കാരാ, നിസ്കരിക്കടാ മോനെ. രാത്രി എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്തു നോക്ക്. നിനക്കല്ല തരുന്ന 4ാമത്തെ പ്രതിഫലം നിർത്തുകയാണ്. 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 5ാമത്തെ പ്രതിഫലം എന്താ? മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങളുണ്ടല്ലോ. ജുനൈദുൽ ബഅദാദി തങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹുവേ, അവിടെ നിന്ന് മരണപ്പെടുകയാണ്, അവിടെ നിന്ന് മരണപ്പെടുകയാണ്. പടച്ചറപ്പേ, അവിടുത്തെ ജനാസ കൊണ്ടുപോയി കബറടക്കി 8 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ജുനൈദുൽ ബഅദാദി തങ്ങളുടെ ശിഷ്യന്മാർ ഉസ്താദിനെ സ്വപ്നം കാണുകയാ. അവിടെ നിന്ന് ഉസ്താദിനെ സ്വപ്നം കാണുകയാണ്. ജുനൈദുൽ ബഅദാദി തങ്ങളെ സ്വപ്നം കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു, തങ്ങളെ മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, അങ്ങയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, വല്ലാത്ത സൗന്ദര്യമായിരുന്നല്ലോ, അങ്ങയുടെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ, അങ്ങയുടെ മുഖത്ത് നോക്കുന്നവർ കൊതിക്കുമായിരുന്നല്ലോ. അങ്ങനത്തെ ഒരു മരണമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയത്. തങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ, മയ്യത്ത് കഫൻ പൊതിയുമ്പോ ഒരു വല്ലാത്ത സുഗന്ധം അങ്ങയുടെ ശരീരത്തിൽ നിന്നടിച്ചു വീശിയല്ലോ. ജുനൈദുൽ ബഅദാദി തങ്ങളോട് സ്വപ്നത്തിൽ തന്റെ ശിഷ്യന്മാര് ചോദിക്കുകയാ, ഉസ്താദ് മരിച്ചപ്പോ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു, മുഖത്ത് വല്ലാത്ത സൗന്ദര്യമായിരുന്നു. പടച്ചറപ്പേ, മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും കഫൻ പൊതിയുമ്പോഴും കബറിലിറക്കി വെക്കുമ്പോഴും ശരീരത്ത് സുഗന്ധം തേക്കാതെ വല്ലാത്ത പരിമളമായിരുന്നല്ലോ. എങ്ങനെയാ ഉസ്താദ്, ഇതെങ്ങനെയാ തങ്ങളെ കിട്ടിയത്? ഇതെങ്ങനെയാ തങ്ങളെ കിട്ടിയത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു നല്ല മരണം വേണോ? ഒരു നല്ല മരണം വേണോ? എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. മംഗലാപുരത്ത് വിവാഹം കഴിച്ച് പടച്ചവനെ, വിവാഹത്തിന്റെ പകല് മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ, കൂട്ടുകാരുടെ കൂടെ വിവാഹ പന്തലിൽ നിന്ന് പെണ്ണല്ലേ പാതിരാത്രി തന്റെ ജീവിതത്തിന്റെ 1ാമത്തെ മണിയറയിലേക്ക് കടന്നുപോയത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ ആദിരാത്രി ആഘോഷിക്കാൻ കിടപ്പറയിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട പെങ്ങള് പിറ്റേ ദിവസം ഉച്ചയായപ്പോ എവിടെയാ കടന്നതെന്ന് കണ്ടോ? പള്ളിപ്പറമ്പിലാണ് പെങ്ങളെ. ഇത്രയേ ഉള്ളു നിന്റെ ആയുസ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്, മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന മക്കള്, അല്ലാഹ് ഈ പ്രതിഫലം തന്നത് എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹ് ഈ പ്രതിഫലം തരാറുള്ള കാരണം 2 എണ്ണമാ. ഒന്ന് ജീവിതത്തിൽ പിടിച്ച സുന്നത്ത് നോമ്പാ. പണ്ട് ആരുമറിയാതെ നിസ്കരിച്ചതിനല്ല തന്നതാ. പാതിരാത്രിയിലെ നമസ്കാരത്തിന് പടച്ചറബനിക്ക് തന്ന പ്രതിഫലമാ എന്ന് ജുനൈദുൽ ബഅദാദി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു രഹസ്യമായ ഇബാദത്ത് ഇന്ന് മുതൽ മുറുകെ പിടിച്ചോ. അതുകൊണ്ട് മഹാനായ ഖാതിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ശഖീഖുൽ ബൽഖിയോട് പറയുന്ന, ഉസ്താദ്, എനിക്ക് അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെണ്ണുങ്ങളെയല്ല, മാതാപിതാക്കളെയല്ല, കൂടപ്പിറപ്പുകളെയല്ല, കുടുംബക്കാരെയല്ല, എനിക്ക് പണവോ സമ്പാദ്യമോ ഒന്നുമല്ല. എന്റെ ജീവിതത്തിൽ അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടെന്നറിയുമോ? ഫജഅൽതുൽ ഹസനാതി മഹബൂബാ. ഞാൻ സൽക്കർമ്മങ്ങളെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരാക്കി. ഞാനതിനെ സ്നേഹിക്കാൻ തുടങ്ങി. നിസ്കാരത്തെ കൂട്ടുകാരനാക്കി. ഖുർആൻ ഓതുന്നതിന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ഏറ്റവും വലിയ സംഗീതം ആരുടെയാണെന്നറിയുമോ? ഏറ്റവും വലിയ ലഹരി എന്താ? യേശുദാസ്
യേശുദാസിന്റെ പാട്ട് കേൾക്കുന്ന ചിത്രയുടെ പാട്ടല്ലടാ. ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ പടച്ചവനെ നിന്റെ മനസ്സിന് കുളിർമയുണ്ടാക്കണോ അല്ലാ. കഅബാലയത്തിലും മക്കത്തും മദീനത്തൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അവരോതുന്ന ഖുർആൻ പാരായണം ഒന്ന് മൊബൈലിൽ വെച്ചൊന്ന് കേട്ടു നോക്കടാ. എന്തൊരാനന്ദമെന്നറിയോ. ഏറ്റവും വലിയ സംഗീതം ഖുർആനാണ്. ഒരു 2 ദിവസം നീ കേട്ടു നോക്കടാ. ക്ഷമയോടുകൂടി നീ ഒന്ന് കേട്ടു നോക്ക്. 3-ാമത്തെ ദിവസം നിനക്കത് കേൾക്കാതെ കിടക്കാൻ പറ്റൂല. എത്രയോ ചരിത്രങ്ങൾ സാക്ഷിയാണ്. അബൂജഹലും മുത്തുബത്തും ഷൈബത്തുമല്ല ഇസ്ലാമിന്റെ ശത്രുക്കളാ. പകല് മുഴുവനും ഇസ്ലാമിന്റെ എതിരെ പറയും. പക്ഷേ രാത്രിയായാൽ അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ സൈഡിൽ വന്ന് പതുങ്ങിയിരിക്കുകയാ. എന്തിനാ? മുത്തുനബിയെ കൊല്ലാനല്ല, മുത്തുനബിയുടെ വീട്ടിൽ വരുന്നവരെ പിടിക്കാനല്ല. എന്തിനാ അവരിരുന്നതെന്നറിയോ? റസൂലുള്ള ഖുർആൻ ഓതുന്നത് കേൾക്കാനാ. അവിടുന്ന് ചരിത്രങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പെങ്ങളെ, അള്ളാന്റെ ഖുർആൻ ഓത്, അള്ളാന്റെ ഖുർആൻ കേക്ക്, ദിക്റുകൾ പറ. ഏറ്റവും കൂടുതൽ മനസ്സിന് സമാധാനം കിട്ടുന്നത് ദിക്റ് പറയുമ്പോഴാ. ഇതൊക്കെയാണ് സ്നേഹിക്കേണ്ടത്. ആ സമാധാനം തരാൻ നിന്റെ ഒരു കാമുകനും പറ്റൂല, ഒരു ബോയ് ഫ്രണ്ടിനും പറ്റൂല, ഒരു സിനിമാ താരത്തിനും പറ്റൂല. അള്ളാഹുവേ, നിനക്ക് നിന്റെ ഹൃദയത്തിൽ സമാധാനം വേണോ? പെങ്ങളെ, ദിക്റുകൾ പറ, അള്ളാഹുവിന്റെ ഖുർആൻ ഓത്. നിന്റെ എത്ര വലിയ പ്രശ്നവും ആരോട് പറഞ്ഞാലും നിനക്ക് സമാധാനമില്ല. നിന്റെ ഏതു പ്രശ്നം നീ ആരോടൊക്കെ പറഞ്ഞാലും പരിഹാരമില്ല. പക്ഷേ നിസ്കരിച്ചിട്ട് അള്ളാനോട് പറ, പരിഹാരമുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഖബറിന്റെ അകത്ത് കൂട്ടായി വരുന്ന കൂട്ടാളിയാ അമലുൻ സ്വാലിഹാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖാതിമുൽ അസം എന്ന് പറയുന്ന ശിഷ്യൻ തന്റെ ഉസ്താദിനോട് പറയുകയാ, ജീവിതത്തിൽ 33 വർഷം കൊണ്ട് ഞാൻ പഠിച്ച 1-ാമത്തെ അറിവ്, ആരെ സ്നേഹിച്ചാലും അവരിൽ എല്ലാവരും ഖബറിന്റെ ചാരത്ത് വരെ വരൂ. അതുകൊണ്ട് അവരെയൊക്കെ ഒഴിവാക്കി ഖബറിൽ കൂടെ വരുന്നവരെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അല്ലാ, സ്നേഹിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് നിർത്തുകയാണ്. പടച്ചവനെ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പലരും മരണപ്പെട്ടപ്പോ, പലരും മരിച്ചു കിടന്നപ്പോ മയ്യത്ത് നമസ്കരിക്കാൻ ഒരുപാട് ആള് വന്നു. പടച്ചവനെ, പള്ളി നിറയും ആളായിരുന്നു. നിങ്ങൾ തന്നെ പരസ്പരം ചോദിച്ചു, ഇവനാരാ? ഇത്രയും പേര് മയ്യത്ത് നിസ്കരിക്കാൻ വരാനുള്ള കാരണം എന്താ? കാരണം നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല, അല്ലെങ്കിൽ പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ല. ഈ പാവപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചപ്പോ ഈ പള്ളി നിറയാനുള്ള കാരണമെന്താ? പലരെയും ഇവിടെ പയ്യത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ കൊണ്ടുവച്ചപ്പോ പള്ളിയും പരിസരവും നിറഞ്ഞപ്പോ നിനക്ക് അസൂയ തോന്നിയില്ലേ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരമല് പറഞ്ഞു തരാൻ രഹസ്യമായി ചെയ്തോ. രാത്രി നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രഹസ്യമാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോ മസ്ജിദുൻ നബവിയിൽ ഒരു മയ്യത്ത് വന്നു. റസൂലുള്ളാഹി തങ്ങളെ നോക്കുമ്പോ സ്വഹാബികൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ്, ഈ പാവപ്പെട്ടവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ഇത്രയും ജനം എവിടെ നിന്നാണ് വന്നത്? എല്ലാ സ്വഹാബികൾ പരസ്പരം പറയുന്നു, ഈ പാവപ്പെട്ടവനായ സഹാബിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഇത്രയും ജനം എവിടെ നിന്നാണ് വന്നത്? എല്ലാവരും പരസ്പരം പറയുന്നത് കേട്ടപ്പോ അള്ളാന്റെ റസൂലിന് പോലും അത്ഭുതം തോന്നി. ആരാ അല്ലാ? ഈ സാധുവായ മനുഷ്യനാരാ? ഈ മനുഷ്യന്റെ മയ്യത്ത് നമസ്കാരത്തിന് അല്ലാ
അല്ലാഹുവേ ഇത്രയും ആള് വരാനുള്ള കാരണമെന്താ? മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ള ചോദിക്കുകയാണ്, ഈ മനുഷ്യന്റെ ഈ മുആവിയ എന്ന പേരുള്ള ഈ സഹാബിയുടെ മയ്യത്ത് നമസ്കാരത്തിന് എവിടെ നിന്നായി ഈ ജനം വന്നത്? ഇത്രയും ജനസാഗരം ഒരുമിച്ച് കൂടിയല്ലോ, അതിന്റെ കാരണമെന്തേ? അതിന്റെ കാരണമെന്തേ? ജിബ്രീൽ എന്ന് പറഞ്ഞ മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അതിന്റെ കാരണം എന്തെന്നറിയോ? ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്തതാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിനെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്തതാടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ ഈ കാണുന്ന പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു 40 പേരിൽ കൂടുതൽ ഒരു മജ്ലിസിലുണ്ടെങ്കിൽ ദുആയിക്ക് ഉത്തരമുണ്ടെന്നാ. നിന്റെ മയ്യത്ത് നമസ്കാരത്തിന് അല്ലാഹുവേ 40 അല്ല, അതിൽ കൂടുതലും അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാ, സ്നേഹിക്കാൻ പറ്റുവോ, ഓതാൻ പറ്റുവോ? വലിയ സൂറത്താണെന്ന് നീ ഭയപ്പെടണ്ട. ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും ഓതിത്തരുന്ന സൂറത്താ. അല്ലാ, ഈ സൂറത്തിന് ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം, അതിനെ സ്നേഹിച്ചാൽ, അതിനെ നീ പാരായണം ചെയ്താൽ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കടന്നു വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനൊരു ചെറിയ സൂറത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ ഒന്ന് കൈപൊക്കിക്ക് ഓതാന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും എഴുന്നേറ്റടുത്തേക്ക് വന്ന് ദുആ ചെയ്യട്ടെ.